ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മല്ലു സിനിമാറ്റിക്സ്. ഇന്ന് ഞാൻ നിങ്ങൾക്കായി എന്ത് പടമാണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്നറിയാമോ? റീസെന്റായി ഇപ്പോൾ റിലീസായ ഒരു ഐലൻഡ് സർവൈവൽ പടമാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. സത്യമായിട്ടും പറയുകയാണ്, ഈ ഇടയ്ക്ക് വന്ന പടങ്ങളിൽ വെച്ച് ഇതൊരു ബെസ്റ്റ് പടമായിരിക്കും. അതിലുപരി ഇതിന്റെ എൻഡിംഗ് ഉണ്ടല്ലോ, അതെന്റെ വാക്കുകൾ കൊണ്ട് എങ്ങനെ പറയാനാണ്. ഈ സർവൈവൽ മൂവി എന്നൊക്കെ പറഞ്ഞാൽ തന്നെ സെമയായിരിക്കും. അതിലും ഈ ദ്വീപിൽ പെട്ടുപോകുന്ന സർവൈവൽ പടം എന്നാൽ അതൊരു പ്രത്യേക കിക്ക് തന്നെയാണ്. അതിനേക്കാളൊക്കെ ഉപരി ഈ പടത്തിൽ ഒന്നുകൂടിയുണ്ട്. അതെനിക്കൊരു വൺ ലൈനറിൽ പറയാൻ കഴിയില്ല. ക്ലൈമാക്സിൽ മൈൻഡ് ബ്ലോവിംഗ് ആയ ഒരു ട്വിസ്റ്റ് ആയിരിക്കും അത്. സോ തീർച്ചയായും നിങ്ങളിത് എൻജോയ് ചെയ്യും. അതുകൊണ്ട് നമുക്കിപ്പോൾ വൺ ലൈൻ നോക്കിയാലോ? അതായത് ഈ സിനിമയിലെ ഹീറോയിൻ ഒരു കോർപ്പറേറ്റ് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. അവരൊരു ഹാർഡ് വർക്കറാണ്. അതുകൂടാതെ നല്ല ബുദ്ധിശാലിയുമാണ്. 7 വർഷമായി കഷ്ടപ്പെട്ട് ഒരേ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. സോ ആ കമ്പനിയും നിങ്ങളെ ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യാം എന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ പുതിയതായി വന്ന ബോസ് എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ, നമ്മുടെ ഹീറോയിന് പ്രൊമോഷൻ കൊടുക്കാതെ പുള്ളിയുടെ ഫ്രണ്ടായ ഒരാൾക്ക് പ്രൊമോഷൻ കൊടുക്കുന്നു. ഇതിൽ മനംമടുത്ത നമ്മുടെ ഹീറോയിൻ നേരെ ആ ബോസിന്റെ അടുത്ത് പോയി, എന്തുകൊണ്ടാണ് എന്നെ പ്രൊമോട്ട് ചെയ്യാത്തത്, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ അത്ര ഫ്രണ്ട്ലി അല്ലെന്നും അത് കൂടാതെ കാണാൻ അത്ര നീറ്റല്ല എന്നുമൊക്കെയുള്ള സില്ലി റീസൺസ് ആ ബോസ് പറയുന്നു. എന്നിരുന്നാലും ഹീറോയിൻ ഒരു ചാൻസ് നൽകാമെന്ന് പറഞ്ഞ് അദ്ദേഹത്തോടൊപ്പം ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യേണ്ട ഒരു സാഹചര്യം വരുന്നു. സോ അങ്ങനെ ട്രാവൽ ചെയ്യുന്ന സമയത്താണ് എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നടുക്കലിൽ വെച്ച് ആ ഫ്ലൈറ്റ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അതിലെന്തോ ഒരു എഞ്ചിൻ പ്രോബ്ലം വന്ന് അവിടെ വെച്ച് തകരാറിലായി വെള്ളത്തിലേക്ക് വീണ് ക്രാഷ് ആകുന്നു. സോ കണ്ണ് തുറന്നു നോക്കുമ്പോൾ നമ്മുടെ ഹീറോയിനും ആ ബോസും മാത്രമാണ് രക്ഷപ്പെട്ടത്. അതും ഒരു ഒറ്റപ്പെട്ട ഐലൻഡിൽ അവർ കുടുങ്ങിപ്പോകുന്നു. സോ ആ ഐലൻഡിൽ നിന്ന് രക്ഷപ്പെടുക എന്നത് അത്ര ഈസിയായ കാര്യമല്ല. എന്നിരുന്നാലും നമ്മുടെ ഹീറോയിൻ അവിടെ നിന്ന് രക്ഷപ്പെടാൻ പോരാടുന്നു. അങ്ങനെ രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്, ഒടുവിൽ നമ്മുടെ ഹീറോയിൻ രക്ഷപ്പെട്ടോ ഇല്ലയോ എന്നതും, അതിനിടയിൽ അവസാനം ഒരു ട്വിസ്റ്റ് വെച്ച് നമ്മയെല്ലാം ഞെട്ടിച്ച ഒരു പടമാണ് 2026 ഇപ്പോൾ റിലീസായ സെൻ ഹെൽപ്പ്. ശരി, വരൂ, സമയം വേസ്റ്റ് ചെയ്യാതെ ഡയറക്റ്റായി പടത്തിന്റെ കഥയിലേക്ക് പോകാം. പടത്തിന്റെ ഓപ്പണിംഗ് സീനിൽ തന്നെ നമ്മുടെ ഹീറോയിനെയാണ് കാണിക്കുന്നത്. സോ നമ്മുടെ ഹീറോയിന്റെ പേര് ലിൻഡ എന്നാണ്. അതുകൂടാതെ ഒരു വലിയ കമ്പനിയിൽ ജോലി ചെയ്യുകയാണവർ. ഷോർട്ടായി പറയുകയാണെങ്കിൽ, നമ്മുടെ ഹീറോയിൻ 7 വർഷമായി ഒരേ കമ്പനിയിൽ വളരെ ഹാർഡ് വർക്ക് ചെയ്ത് ജോലി ചെയ്യുകയാണ്. സോ അവളുടെ ഡെസ്ക് കണ്ടാലേ നമുക്ക് മനസ്സിലാവും, ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യാൻ എന്തൊക്കെ വേണോ അതെല്ലാം അവിടെ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട്. കൂടുതൽ പറയുകയാണെങ്കിൽ, ഈ മാസത്തെ വർക്കൊക്കെ തീർത്ത് അടുത്ത മാസം നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള രീതിയിലുള്ള പ്ലാനിംഗ് ഒക്കെ എഴുതി തുടങ്ങുന്നു. ഇങ്ങനെ ഇരിക്കുകയാണ് ഒരാൾ വരുന്നത്. ഇവനാണ് ഇവിടുത്തെ വലിയ മാനേജർ. അവൻ ഹീറോയിന്റെ അടുത്ത് വന്ന്, എന്താ ലിൻഡ, ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണോ, ഇതുവരെ തീർന്നില്ലേ എന്ന് ചോദിക്കുന്നു. ഉടനെ ഹീറോയിൻ, വർക്ക് തീർക്കാതെ ഇരിക്കുമോ, അതൊക്കെ ഞാൻ കഴിഞ്ഞ ആഴ്ച തന്നെ തീർത്തതാണ്. ഇപ്പോൾ അടുത്ത ആഴ്ചത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ള രീതിയിൽ ആ റിപ്പോർട്ട് തയ്യാറാക്കുകയാണ് എന്ന് പറഞ്ഞതും അവൻ ഷോക്കാകുന്നു. അപ്പാ, കൊള്ളാമല്ലോ, ശരി, ഓക്കെ, ഇത് ഞാൻ സബ്മിറ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞ് അത് കൊണ്ടുപോകുന്നു. നമ്മുടെ ഹീറോയിൻ, ഞാനും വരാം എന്ന് പറഞ്ഞപ്പോൾ, നീ എന്തിനാണ് വരുന്നത്, അവിടെ നോക്ക്, അവിടെ കുറേ പേരുണ്ട്, ഒരുപാട് മീറ്റിംഗുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ലിമിറ്റഡായ ആളുകളെ മാത്രമേ ഉള്ളിലേക്ക് വിളിച്ചിട്ടുള്ളൂ. സോ നീ ഒന്ന് വെയിറ്റ് ചെയ്യ്, ഞാനിപ്പോൾ വരാം കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ ഹീറോയിൻ ഒന്ന് അമ്പരക്കുന്നു. നീ എന്തിനാണ് പേടിക്കുന്നത്, നിന്റെ പേരൊക്കെ ബോൾഡായിട്ട് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. സോ നിന്റെ റിപ്പോർട്ട് തന്നെയാകും ഞാൻ ആദ്യം വയ്ക്കുക, പേടിക്കേണ്ട എന്ന് പറഞ്ഞ് അവിടെ നിന്ന് നടന്നുപോകുന്നു. ഇവൻ എന്തിനാണ് ഹീറോയിൻ വരണ്ട എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ, ഹീറോയിന്റെ റിപ്പോർട്ട് ഇവൻ തന്നെ തയ്യാറാക്കിയതാണ് എന്ന് അവരുടെ മുന്നിൽ ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടിയാണ്. ഇവിടെ നമ്മുടെ ഹീറോയിനും ഇതിൽ സംശയം തോന്നുന്നു. ഉടനെ പുറകെ ഫോളോ ചെയ്ത് പോയി നോക്കുന്നു. നോക്കിയപ്പോൾ ഹീറോയിൻ കരുതിയതുപോലെ തന്നെ അവൻ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ആ റൂമിൽ കയറിയ ഉടനെ ആ പേര് വെച്ചിരിക്കുന്നത് എടുത്ത് ഡസ്റ്റ്ബിന്നിലിട്ടിട്ട്, ഞാൻ കമ്പനിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ റെഡിയാക്കിയിട്ടുണ്ട് എന്ന രീതിയിൽ അത് കാണിക്കുന്നു. സോ ഇത് കണ്ടിട്ട് ഹീറോയിൻ അടപ്പാവി എന്ന് ചിന്തിക്കുന്നു. ശരി പോട്ടെ എന്ന് കരുതി അവിടെ നിന്ന് പോകുന്നു. കാരണം ഹീറോയിൻ അറിയാം, തീർച്ചയായും പെട്ടെന്ന് തന്നെ നമുക്ക് പ്രൊമോഷൻ കിട്ടാൻ പോകുന്നു എന്നുള്ള സന്തോഷത്തിലാണ് അവൾ. ഇപ്പോൾ സീൻ കട്ട് ചെയ്താൽ അടുത്ത സീനിൽ ഹീറോയിനെ വീട്ടിൽ കാണിക്കുന്നു. ഹീറോയിൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. ഒരു ചെറിയ അപ്പാർട്ട്മെന്റിൽ ഒരു കുട്ടിപ്പക്ഷിയോടൊപ്പം സന്തോഷമായി കഴിയുന്നു. കഴിക്കാൻ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കുകയാണെന്ന് തോന്നുന്നു. റെഡിയാക്കുന്നതിനിടയിൽ അവൾ സ്വയം സംസാരിക്കുന്നുണ്ട്. എന്റെ കമ്പനിയിൽ എന്റെ പഴയ ബോസ് മരിച്ചുപോയി. നാളെ പുള്ളിയുടെ മകനാണ് ചുമതലയേൽക്കാൻ വരുന്നത്. സോ തീർച്ചയായും അവന് എന്റെ വാല്യൂ അറിയാമായിരിക്കും. കാരണം പുള്ളിയുടെ അച്ഛൻ എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്, അടുത്ത വൈസ് പ്രസിഡന്റ് ഞാനായിരിക്കുമെന്ന്. സോ തീർച്ചയായും നാളെ വരുന്ന അവനും എന്നെ തന്നെ വൈസ് പ്രസിഡന്റായി ചൂസ് ചെയ്യും. സോ എനിക്ക് പ്രൊമോഷൻ കിട്ടാൻ പോകുന്നു, എനിക്ക് വലിയ അപ്പാർട്ട്മെന്റ് കിട്ടാൻ പോകുന്നു, നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാം എന്ന് ആ പക്ഷിയോട് പറഞ്ഞിട്ട് ജോളിയായി TV കാണുന്നു. അയ്യോ, സർവൈവൽ പ്രോഗ്രാം തുടങ്ങാറായി കാണും എന്ന് പറഞ്ഞ് വേഗത്തിൽ ആ പ്രോഗ്രാം വെക്കുന്നു. സോ നമ്മുടെ ഹീറോയിന് ഈ സർവൈവൽ പ്രോഗ്രാം കാണുന്നത് ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു. സോ ഇപ്പോൾ അടുത്ത ദിവസമാകുന്നു. കമ്പനിക്കിപ്പോൾ അടുത്ത പ്രസിഡന്റായി വരുന്നത് ആരാണെന്ന് വെച്ചാൽ, ആ പഴയ ബോസ് മരിച്ചുപോയിരുന്നല്ലോ, അദ്ദേഹത്തിന്റെ മകൻ തന്നെയാണ് വന്നിരിക്കുന്നത്. പുള്ളി വന്ന ഉടനെ എല്ലാ സ്ഥലങ്ങളും ഇങ്ങനെ നോക്കിക്കൊണ്ടുവരികയാണ്. ഇവനാണ് ഈ പടത്തിലെ ഹീറോയെപ്പോലെ. സോ ഇത് ദൂരത്തുനിന്ന് കണ്ട ഹീറോയിൻ, ഹായ്, ബോസിന്റെ മകൻ എത്തിയിട്ടുണ്ട്,
ഇനി നമുക്ക് നല്ല കാലമാണ്. ഇവനും എന്റെ വർക്കിനെക്കുറിച്ച് മനസ്സിലാക്കിക്കോളും എന്ന് കരുതി അവൻ വരുന്നതിനു മുന്നേ വേഗം അവിടെ കഴിച്ചുകൊണ്ടിരുന്ന സാധനങ്ങളൊക്കെ ഡെസ്കിനുള്ളിൽ വെച്ചിട്ട് വായ തുടയ്ക്കുന്നു. പക്ഷേ ചുണ്ടിന്റെ സൈഡിൽ എന്തോ പറ്റിയിരിപ്പുണ്ട്. അത് ശ്രദ്ധിച്ചില്ല. സോ കറക്റ്റായി ഹീറോയിന്റെ ഡെസ്ക് ക്രോസ് ചെയ്യുമ്പോൾ അവൾ അറിഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് നിന്ന്, മിസ്റ്റർ പ്രസ്റ്റൺ, എങ്ങനെയുണ്ട്? സോ ഞാനാണ് ലിൻഡ. ഒരു ക്രിസ്മസ് പാർട്ടിയിൽ വെച്ച് നമ്മൾ മീറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അന്ന് അച്ഛൻ അടുത്ത വൈസ് പ്രസിഡന്റ് ആരായിരിക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ എന്ന രീതിയിൽ പറയുമ്പോൾ നമ്മുടെ ഹീറോയിനെ തന്നെ ശ്രദ്ധിക്കുന്നു. ചുണ്ടിന് സൈഡിൽ പറ്റിയിരിക്കുന്നത് കണ്ടിട്ട് പുള്ളിക്ക് ആകെ ഓക്വേർഡായി തോന്നുന്നു. എങ്കിലും അത് പുറത്ത് കാണിക്കാതെ ആ മനസ്സിലായി, നിങ്ങളെ നേരത്തെ കണ്ടിട്ടുണ്ടല്ലോ ക്രിസ്മസ് പാർട്ടിയിൽ വെച്ച്, അതുപോലെ നന്നായി ജോലി ചെയ്യൂ, നിങ്ങളുടെ സർവീസ് നമ്മുടെ കമ്പനിക്ക് ആവശ്യമാണ് എന്ന് പറയുമ്പോൾ ഹീറോയിൻ അദ്ദേഹത്തിന് കൈകൊടുക്കുന്നു. അതിനുശേഷം ഹീറോയിന്റെ അടുത്തുനിന്ന് പതുക്കെ എസ്കേപ്പായി അവിടെ നിന്ന് ടീ പോകുന്നു. സോ ഈ പടത്തിൽ ഹീറോ വളരെ അഹങ്കാരിയായ ഒരു ബോസാണ്. ഇപ്പോൾ പോലും ഓഫീസിൽ വന്നിട്ട് പുള്ളി കൈയിലേക്ക് നോക്കിയപ്പോൾ ഹീറോയിന്റെ ചുണ്ടിലിരുന്ന സാധനം കൈ കൊടുത്തപ്പോൾ കൈയിൽ പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇത് കണ്ടിട്ട് ഇതൊന്ന് മണത്തു നോക്ക് എന്ന് പുള്ളിയുടെ അസിസ്റ്റന്റിനോട് പറയുമ്പോൾ അദ്ദേഹം വേണ്ട എന്ന് പറയുന്നു. പക്ഷെ ബോസ് സമ്മതിക്കുന്നില്ല. മര്യാദയ്ക്ക് മണത്തു നോക്കിയിട്ട് ഇതെന്താണെന്ന് പറ എന്ന് പറഞ്ഞതും അദ്ദേഹം വേറെ വഴിയില്ലാതെ മണത്തു നോക്കിയിട്ട് ഇത് ട്യൂണ ഫിഷാണ് എന്ന് പറയുന്നു. ജോലി സമയത്ത് കഴിച്ചിരിക്കുകയാണ് പുള്ളിക്കാരി. ഇത്തരം പെണ്ണുങ്ങളെയൊക്കെ കമ്പനിയിൽ നിന്ന് ദൂരേക്ക് മാറ്റി നിർത്തണം, കാണാൻ തന്നെ ഒരു അറപ്പ് തോന്നുന്നു എന്ന് പറയുമ്പോൾ ഉടനെ അസിസ്റ്റന്റ് എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, ബോസ്, ആ കുട്ടിയെയാണ് നിങ്ങളുടെ അച്ഛൻ ബെസ്റ്റ് എംപ്ലോയിയായി കണ്ട് അവാർഡൊക്കെ കൊടുത്തിരിക്കുന്നത്. അതുമാത്രമല്ല, ഇനി നമ്മുടെ അപ്പൻഡിക്സ് ഡീൽ ക്രാക്ക് ചെയ്യാൻ തീർച്ചയായും ഹീറോയിന്റെ സഹായം വേണ്ടിവരും. സോ വേറെ തീരുമാനങ്ങളൊന്നും ഇപ്പോൾ എടുക്കണ്ട എന്ന് പറയുന്നു. അതൊക്കെ എനിക്കറിയാം, ഞാൻ നോക്കിക്കോളാം എന്ന് പുള്ളി മറുപടി പറയുന്നു. ഇപ്പോൾ സീൻ കട്ട് ചെയ്ത് അടുത്ത സീനിൽ നമ്മുടെ ഹീറോയിൻ ഒളിഞ്ഞു നോക്കുന്നു. അപ്പോൾ ഹീറോ ആ വലിയ മാനേജറോടൊപ്പം കൂടി ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നത് കാണുന്നു. കുഴപ്പമില്ലല്ലോ, പുള്ളി നല്ല ജോളിയായ ബോസാണെന്ന് തോന്നുന്നു എന്ന് ഹീറോയിൻ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പുറകിൽ നിന്ന് ഒരു പെൺകുട്ടി ഒരു വലിയ ബോംബ് പൊട്ടിക്കുന്നത്. എന്താണെന്ന് നോക്കിയാൽ ഒരു മെയിൽ വന്നിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഈ പുതിയ മാനേജറെയാണ് അടുത്ത വൈസ് പ്രസിഡന്റായി പ്രൊമോട്ട് ചെയ്തിരിക്കുന്നത് എന്ന്. ഇത് കേട്ടതും ഹീറോയിൻ ഞെട്ടിപ്പോകുന്നു. കാരണം ആ പോസ്റ്റ് തനിക്ക് കിട്ടും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നല്ലോ അവർ ജോലി ചെയ്തിരുന്നത്. ഇത് അറിഞ്ഞ ഉടനെ പുള്ളിക്കാരി ആകെ ഷോക്കായി ഹീറോയെ കാണാൻ പോകുന്നു. ഹീറോ ഓഫീസിൽ വേറെ ഒരു കുട്ടിയുമായി മീറ്റിംഗിലാണെന്ന് തോന്നുന്നു. എനിക്കിപ്പോൾ തന്നെ നിങ്ങളോട് സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ശരി ഓക്കെ എന്ന് പറഞ്ഞ് ആ കുട്ടിയോട് പുറത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ഹീറോയിനോട് സംസാരിക്കാൻ തുടങ്ങുന്നു. ഹീറോയിൻ വളരെ വിഷമത്തോടെ ഞാൻ ഇങ്ങനെ ഒരു കാര്യം കേട്ടു എന്നു പറഞ്ഞു തീരുന്നതിനു മുമ്പ് ഹീറോ പറയാൻ തുടങ്ങുന്നു, അതെ, അത് സത്യമാണ്. ഞാൻ ആ മാനേജറെയാണിപ്പോൾ പ്രൊമോട്ട് ചെയ്തിരിക്കുന്നത്. നിന്നെ പ്രൊമോട്ട് ചെയ്യാത്തതിന്റെ കാരണമെന്താണെന്നറിയാമോ? വെറുതെ ജോലി ചെയ്താൽ മാത്രം പോരാ, അതിനേക്കാൾ ഉപരി എല്ലാവരോടും ജോലിയായി സംസാരിക്കണം, ചിരിക്കണം, ജോലി എടുപ്പിക്കാൻ അറിയണം. പക്ഷെ അത് നിന്റെ കയ്യിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് സംശയമാണ്. സോ കമ്പനിക്ക് എന്താണോ ആവശ്യം അത് മാത്രമേ എനിക്ക് ചെയ്യാൻ കഴിയൂ. ഇതൊക്കെ കേട്ട് ഹീറോയിൻ ആകെ തകർന്നു പോകുന്നു. എന്നിരുന്നാലും ഞാൻ രാപ്പകൽ കഷ്ടപ്പെട്ടാണ് ഈ പോസ്റ്റിങ്ങിനു വേണ്ടി പണിയെടുത്തത്. എന്നിട്ടും നിങ്ങൾ ഇങ്ങനെ ചെയ്തല്ലോ എന്ന് പറയുന്നു. ഇവിടെ നോക്ക്, കമ്പനി എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയാണ്. നിന്നെ എപ്പോൾ പ്രൊമോട്ട് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നുവോ അപ്പോൾ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞതും ഹീറോയിൻ ആകെ നിരാശയാകുന്നു. പുള്ളിക്കാരിക്ക് കരച്ചിൽ വരുന്നുണ്ടെങ്കിലും അടക്കിപ്പിടിക്കുന്നു. അപ്പോൾ വീണ്ടും ഹീറോ പറയുന്നു, ഇങ്ങനെയൊന്നും വിഷമിക്കണ്ട, ഞാനിപ്പോൾ ബാങ്കോക്കിലേക്ക് പോകുകയാണ്. വേണമെങ്കിൽ എന്റെ പ്ലെയിനിൽ നിന്നെയും കൂടെ കൂട്ടാം. പോകുന്നതിനു മുമ്പ് ആ അപ്പൻഡിക്സ് ഡീൽ നീ ഒന്ന് ക്രാക്ക് ചെയ്തു തരൂ എന്ന് കളിയാക്കുന്ന പോലെ സംസാരിക്കുന്നു. ഹീറോയിൻ എന്തു പറയണമെന്നറിയില്ല. ആ സമയത്ത് വാതിൽ തുറന്ന് ഒരു പെൺകുട്ടി വരുന്നു. ഓ, നീ വന്നോ ഡിയർ, സുഖമാണോ എന്ന് ഹീറോ ജോളിയായി സംസാരിക്കാൻ തുടങ്ങുന്നു. നമ്മുടെ ഹീറോയിന്റെ വിഷമമൊന്നും പുള്ളി ഗൗനിക്കുന്നില്ല. ആ വന്ന കുട്ടി ഹീറോയുടെ ഫിയാൻസിയാണെന്ന് തോന്നുന്നു. അവൾ ഹീറോയിന് തന്റെ ഇൻട്രോ നൽകുന്നു. ഹീറോയിനും വേറെ വഴിയില്ലാതെ കൈ കൊടുക്കുന്നു. അങ്ങനെ കൊടുക്കുമ്പോൾ അവളുടെ കൈയിലെ റിംഗ് ഹീറോയിൻ ശ്രദ്ധിക്കുന്നു. അതൊരു വില കൂടിയ ഡയമണ്ട് റിംഗ് ആണ്. ഉടനെ ഹീറോയിൻ, നീ ഇപ്പോൾ പുറത്തേക്ക് പോകാമോ? പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു, നിന്റെ സീറ്റിൽ നിന്ന് ഭയങ്കര ബാഡ് സ്മെൽ വരുന്നു എന്ന് ഒരുപാട് പേർ പരാതി പറയുന്നുണ്ട്. നീ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് അത് ക്ലീൻ ചെയ്യുന്നില്ലേ? ഭക്ഷണം കഴിക്കാൻ വേറെ സ്ഥലമുണ്ടല്ലോ, അവിടെ പോയി കഴിക്കൂ കേട്ടോ എന്ന് പറഞ്ഞ് വളരെ മോശമായി അപമാനിക്കുന്നു. സോ ഹീറോയിൻ ആകെ വിഷമമാകുന്നു. പുള്ളിക്കാരി പുറത്തേക്ക് വരുന്നു. എല്ലാവരും പുള്ളിക്കാരിയെ തന്നെ നോക്കുകയാണ്. പാവം തോന്നും. പക്ഷേ ഹീറോയിൻ കരയാതെ പിടിച്ചു നിൽക്കുകയാണ്. എല്ലാവരും നോക്കുന്നുണ്ടെങ്കിലും ഹീറോയിൻ അവിടെ നിന്ന് വേഗം നടന്നുപോകുന്നു. പുള്ളിക്കാരി തന്റെ കാറിൽ പോയി ഇരുന്ന് ഭയങ്കരമായി കരയുന്നു. നിനക്കിതു വേണം, നീ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെയായി, ഇനി നീ വേസ്റ്റാണ്, നിന്നെക്കൊണ്ട് ഇനി ഒരു പ്രയോജനവുമില്ല എന്ന് പറഞ്ഞ് സങ്കടന്നു. അതോടെ ആ സീൻ കട്ടാവുന്നു. കട്ട് ചെയ്താൽ ഇപ്പോൾ അടുത്ത ദിവസമാകുന്നു. സോ ഹീറോയിൻ നോക്കിയാൽ ഇപ്പോൾ ടിപ്ടോപ്പായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹീറോ ഒരു സംസാരത്തിനിടയിൽ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, നാളെ ഞാൻ ഫ്ലൈറ്റിൽ പോവുകയാണ്, നിനക്ക് വേണമെങ്കിൽ ഞങ്ങളുടെ കൂടെ വന്ന് ആ അപ്പൻഡിക്സ് ഡി ഒന്ന് ക്രാക്ക് ചെയ്തു തരാമെന്ന്. അതുകൊണ്ട് ഇവളും വിചാരിച്ചു, ഞാനും ഒരു ജോളിയായ പെണ്ണാണ്, എല്ലാവരോടും നന്നായി ഫ്രണ്ട്ലി ആയിട്ട് ഇടപഴകും, എനിക്ക് എല്ലാം ചെയ്യാൻ പറ്റും എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഹീറോയിൻ ഈ സ്ഥലത്തേക്ക് വന്നിരിക്കുന്നത്. പക്ഷേ ഇത് കണ്ട ഹീറോവിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഇവളും നമ്മുടെ കൂടെ ഫ്ലൈറ്റിൽ വരാൻ പോവുകയാണോ?
എന്ന് വിചാരിച്ച് വളരെ അനിഷ്ടത്തോടെ ഹീറോയിനെയും കൂട്ടി അവിടെ നിന്ന് ഫ്ലൈറ്റിൽ യാത്ര തിരിക്കുന്നു. പോകുമ്പോൾ ആ പിള്ളേരെല്ലാം നല്ല ജോളിയായിട്ട് സംസാരിക്കുന്നുണ്ട്. പുറകിൽ ഹീറോയിൻ ഇരുന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ആ അപ്പൻഡിക്സ് സാധനം ക്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കമ്പനിക്ക് വേണ്ടി അവൾ ഫുൾ എഫർട്ട് എടുക്കുന്നുണ്ട്. പക്ഷേ ഈ സൈഡിൽ നമ്മുടെ ഹീറോ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കിയാൽ ആ വലിയ മാനേജറില്ലേ, അവൻ പറയുകയാണ്, ഞാൻ നിങ്ങളടുത്ത് ഒരു പ്രധാനപ്പെട്ട വീഡിയോ കാണിച്ചു തരാം, ഒന്ന് നോക്കൂ എന്ന് പറഞ്ഞൊന്ന് കാണിക്കുന്നു. അതെന്താണെന്ന് നോക്കിയാൽ നമ്മുടെ ഹീറോയിൻ കോമഡിയായിട്ട് ആ സർവൈവൽ ചെയ്യുന്ന രീതിയിൽ അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ്. അതും അവിടുത്തെ പാർക്കിൽ വെച്ച് റെക്കോർഡ് ചെയ്തതാണ്. ആ വീഡിയോ കണ്ട് എല്ലാവരും ചിരിക്കാൻ തുടങ്ങുന്നു. പക്ഷെ ഇതൊന്നും അറിയാതെ നമ്മുടെ ഹീറോയിൻ കമ്പനി വർക്കിൽ തന്നെ ഇരിക്കുകയാണ്. പെട്ടെന്ന് നല്ല ഉച്ചത്തിൽ ചിരി കേട്ടപ്പോൾ എന്തിനാണ് ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഹെഡ്സെറ്റൊക്കെ ഊരി നോക്കുന്നു. അപ്പോഴാണ് സ്വന്തം ശബ്ദം കേൾക്കുന്നത്. നോക്കുമ്പോൾ എല്ലാവരും ഇവളുടെ വീഡിയോ കണ്ട് കളിയാക്കി ചിരിക്കുകയാണ്. നമ്മുടെ ഹീറോയിൻ ശരിക്കും മൈൻഡ് വോയിസൊക്കെ തകർന്ന് സങ്കടത്തിലായി. ഇനി ഇതിൽ കൂടുതലൊരു അപമാനം വേണ്ട എന്ന് വിചാരിച്ച് അവൾ ടൈപ്പ് ചെയ്തുകൊണ്ടിരുന്ന സാധനം സേവ് ചെയ്യാതെ തന്നെ കട്ട് ചെയ്ത് കളയുന്നു. അപ്പോൾ പെട്ടെന്ന് ഫ്ലൈറ്റ് വല്ലാതെ ഷേക്കാകുന്നു. അവിടെയുള്ള എല്ലാവരും ഒരു സെക്കൻഡ് പേടിച്ചുപോയി. ഉടനെ എല്ലാവരും സീറ്റ് ബെൽറ്റ് ഇടൂ എന്ന് അനൗൺസ് ചെയ്തതും നമ്മുടെ ഹീറോയിൻ വേഗം സീറ്റ് ബെൽറ്റ് ഇടുന്നു. ഹീറോവും സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ട്. പക്ഷെ മറ്റുള്ളവർ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുകയായിരുന്നു. ഉടനെ ഹീറോ ചോദിക്കുന്നു, എന്താ ഈ ചെറിയ കാര്യത്തിന് ഇത്ര പേടിയോ? അപ്പോൾ ആ മാനേജറും പറയുകയാണ്, അതെ, ഇതിനൊക്കെ മനുഷ്യൻ പേടിക്കുമോ? അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും രണ്ടാമത് ഒരു ഭയങ്കരമായ അറ്റാക്ക് വരുന്നു. ഫ്ലൈറ്റിൽ ശരിക്കും എന്താണ് സംഭവിച്ചത് എന്നറിയില്ല. എഴുന്നേറ്റ് നിന്നവരെല്ലാം നേരെ മുകളിൽ പോയി ഇടിക്കുന്നു. ഹീറോ ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി. ഹീറോയിനും അവിടെ എന്താണ് നടക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. ഫ്ലൈറ്റ് ഇപ്പോൾ ക്രാഷാകാൻ പോവുകയാണ്. കാരണം ഫ്ലൈറ്റിന്റെ എഞ്ചിനിൽ തീ പിടിച്ചിട്ടുണ്ട്. അവിടെ സീറ്റ് ബെൽറ്റ് ഇടാതെ ഇരുന്നവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കുകയാണ്. അവസാനം ആ ജനാലകളെല്ലാം ഉടയാൻ തുടങ്ങുന്നു. ആ വിള്ളലിലൂടെ ഒരു എംപ്ലോയി പുറത്തേക്ക് തെറിച്ചുപോയി. ആ വലിയ മാനേജറും പുറത്തേക്ക് പോകാൻ തുടങ്ങിയതാണ്. പക്ഷെ അവൻ ഹീറോയിനിന്റെ കാലിൽ പിടിച്ചു തൂങ്ങി, എന്നെ രക്ഷിക്കൂ, എന്നെ കൈവിടല്ലേ എന്ന് കരയാൻ തുടങ്ങി. പാവം തോന്നിയ ഹീറോയിൻ അവനെ രക്ഷിക്കാൻ കൈകൊടുക്കുന്നു. പക്ഷെ കൈപിടിച്ചവൻ എനിക്ക് ആ സീറ്റ് തരൂ എന്ന് പറഞ്ഞ് അവളുടെ സീറ്റ് പിടിച്ചു വാങ്ങാൻ വരുന്നു. ആ സീൻ ശരിക്കും വളരെ റിയലിസ്റ്റിക് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അത്ഭുതമായിട്ടുണ്ട്. ഉടനെ ഹീറോയിൻ എന്തു ചെയ്തു എന്ന് വെച്ചാൽ താഴെ വീണുകിടന്ന ഒരു സ്പൂൺ എടുത്ത് അവന്റെ കൈയിൽ തന്നെ കുത്തുന്നു. അതുകൊണ്ട് അവൻ ആ വിള്ളലിലൂടെ പുറത്തേക്ക് തെറിച്ചുപോകുന്നു. ഫ്ലൈറ്റ് നേരെ കടലിലേക്ക് വീഴാൻ പോവുകയാണ്. ഹീറോയിൻ നിലവിളിക്കുന്നുണ്ടെങ്കിലും അതുകൊണ്ട് ഒരു കാര്യവുമില്ല. ഫ്ലൈറ്റ് നേരെ വെള്ളത്തിൽ പോയി ഇടിച്ചു തകരുന്നു. വെള്ളം സാവധാനം അകത്തേക്ക് കയറാൻ തുടങ്ങി. ഹീറോയിൻ വേഗം സ്വന്തം സീറ്റ് ബെൽറ്റ് അഴിച്ചുമാറ്റുന്നു. എങ്കിലും അവർ വെള്ളത്തിൽ മുങ്ങിപ്പോയി. പിന്നെ എങ്ങനെയൊക്കെയോ നീന്തി പുറത്തെത്തുന്നു. പുറത്ത് ഭയങ്കര മഴയാണ്. അവൾക്ക് എന്തു ചെയ്യണമെന്നറിയില്ല. തങ്ങളുടെ ഫ്ലൈറ്റ് വെള്ളത്തിൽ മുങ്ങുന്നത് അവൾ സങ്കടത്തോടെ നോക്കി നിൽക്കുന്നു. അവിടുന്ന് സൂം ഔട്ട് ചെയ്യുമ്പോൾ ദൂരെയൊരു ദ്വീപുള്ളതായി നമുക്ക് കാണിച്ചു തരുന്നു. അങ്ങനെ ആ സീൻ കട്ടാകുന്നു. ഇനി അടുത്ത ദിവസം രാവിലെയാകുന്നു. നമ്മുടെ ഹീറോയിൻ ആ ദ്വീപിന്റെ തീരത്ത് വന്നു കിടക്കുകയാണ്. തിരമാലകൾ വന്ന് മുഖത്തടിച്ചതും അവൾ കണ്ണു തുറക്കുന്നു. ഇത് ഏത് സ്ഥലമാണ് എന്ന് നോക്കുമ്പോൾ അതൊരു ഭയങ്കരമായ ദ്വീപാണ്. ചുറ്റുമാരുമില്ല. ഹീറോയിൻ മാത്രമാണ് ആ ദ്വീപിലുള്ളത്. ഇനി എന്തു ചെയ്യണമെന്ന് അറിയാതെ അവൾ കുറേ ദൂരം നടക്കുന്നു. നടന്നു വരുമ്പോൾ കാണുന്നത് നമ്മുടെ ഹീറോവും ആ ഐസ്ലൻഡിൽ ബോധമില്ലാതെ കിടക്കുന്നതാണ്. അവനെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അവൻ എഴുന്നേൽക്കുന്നില്ല. അപ്പോഴാണ് അവന്റെ കാല് നോക്കുന്നത് ഭയങ്കരമായ മുറിവുണ്ട്. ഭാഗ്യത്തിന് ഹീറോ മരിച്ചിട്ടില്ല. അവനെ ഒരു വശത്തിരുത്തിയിട്ട് നമ്മുടെ ഹീറോയിൻ തന്റെ സർവൈവൽ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യുന്നു. കാരണം അവൾക്ക് ഇത്തരം സർവൈവൽ കാര്യങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. ടിവിയിലൊക്കെ എപ്പോഴും ഇതൊക്കെയാണല്ലോ കാണുന്നത്. അവൾ ആദ്യം എന്തു ചെയ്യുന്നു എന്ന് വെച്ചാൽ മൂർച്ചയുള്ള എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് കിട്ടാൻ വേണ്ടി ഒരു കല്ലെടുത്ത് അടിച്ചുപൊട്ടിക്കുന്നു. അത് ഷാർപ്പായതിനു ശേഷം ഇലകളൊക്കെ കട്ട് ചെയ്യുന്നു. വേഗം ഒരു ചെറിയ കുടിൽ പോലെ ഉണ്ടാക്കുന്നു. പിന്നെ അവിടുന്ന് കുറച്ച് ചിരട്ടകൾ കിട്ടി. അത് മണ്ണിൽ കുഴിച്ചിട്ട് അതിനു മുകളിൽ ഇലകൾ വെക്കുന്നു, മഴവെള്ളം ശേഖരിക്കാൻ. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോഴേക്കും മഴ പെയ്യാൻ തുടങ്ങി. അന്ന് രാത്രി അവിടെ തന്നെ കഴിയണമല്ലോ. ഹീറോ കണ്ണ് തുറക്കുമോ എന്ന് ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിലും അവൻ എഴുന്നേൽക്കുന്നില്ല. വീണ്ടും സീൻ കട്ടാകുന്നു. അടുത്ത ദിവസം രാവിലെയായപ്പോൾ അവൾ വെച്ച ചിരട്ടകളിൽ വെള്ളം നിറഞ്ഞിട്ടുണ്ട്. കുടിക്കാനുള്ള വെള്ളം ഇതാണെന്ന് മനസ്സിലാക്കി അവൾ സന്തോഷത്തോടെ അത് കുടിക്കുന്നു. ഇവിടെ നമ്മുടെ ഹീറോ കണ്ണു തുറന്നു. എന്ത് കഷ്ടമാണിത് എന്ന മട്ടിൽ അവളെ ഒന്ന് നോക്കിയിട്ട് സൈഡിലേക്ക് നോക്കുന്നു. അപ്പോഴാണ് തങ്ങൾ ഏതോ ദ്വീപിലാണെന്ന് മനസ്സിലാക്കുന്നത്. ഹീറോ കണ്ണു തുറന്ന സന്തോഷത്തിൽ അവൾ വേഗം വെള്ളം കൊണ്ടുപോയി കൊടുക്കുന്നു. വെള്ളം കണ്ടപ്പോൾ ഹീറോവിനും ദാഹം തോന്നി. അവനത് കുടിച്ചു. നമ്മൾ എവിടെയാണ് എന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ എല്ലാം വിശദീകരിച്ചു കൊടുക്കുന്നു. ഫ്ലൈറ്റ് ക്രാഷായ കാര്യവും തന്റെ ഫ്രണ്ട്സൊക്കെ മരിച്ച കാര്യവും കേട്ടപ്പോൾ ഹീറോ വല്ലാതെ സങ്കടപ്പെട്ടു. എങ്കിലും തന്നെ രക്ഷിച്ചതിന് അവൾക്ക് നന്ദി പറയുന്നു. അടുത്തതായി ഹീറോയിൻ തന്റെ സർവൈവൽ സ്കിൽസ് വീണ്ടും പുറത്തെടുക്കുന്നു. ഇനി എന്തു വേണം? തീ ഉണ്ടാക്കണം. അവൾ മുളകൾ തമ്മിൽ ഉരസി തീ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം തീ വന്നപ്പോൾ അവളുടെ സന്തോഷമൊന്ന് കാണണം. എന്തോ വലിയ കാര്യം സാധിച്ചതുപോലെ അവൾ തുള്ളിച്ചാടുന്നു. അതിനുശേഷം അവൾ പിടിച്ചുകൊണ്ടുവന്ന മീനുകളൊക്കെ ആ തീയിൽ ചുട്ടെടുക്കുന്നു. അത് നമ്മുടെ ഹീറോവിന് കൊടുക്കുന്നു. പക്ഷേ ഇത് കണ്ടപ്പോൾ അവന് വലിയ അരിജു തോന്നി. അയ്യോ,
ഇവളുടെ കൂടെയാണല്ലോ ഈ ഐസ്ലൻഡിൽ കഴിയേണ്ടി വന്നത് എന്റെ ഒരു സമയം എന്ന് അവൻ മനസ്സിൽ വിചാരിക്കുന്നു. പക്ഷെ ഹീറോയിൻ വിടുന്നില്ല. ഇതാ മീൻ കഴിക്കൂ, എങ്കിലേ ശരീരത്തിന് എനർജി കിട്ടൂ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് കഴിപ്പിക്കുന്നു. അവനും വേറെ വഴിയില്ലാതെ അത് കഴിക്കുന്നു. അന്ന് രാത്രിയാകുന്നു. കടൽ നോക്കിയിരിക്കുമ്പോൾ അവൾക്ക് ആ സർവൈവൽ സ്കിൽ പ്രയോഗിക്കുന്നത് വലിയ കാര്യമായി തോന്നുന്നു. അവൾ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ടിരിക്കുന്നു. വീണ്ടും സീൻ കട്ടാകുന്നു. അടുത്ത ദിവസം രാവിലെ ഹീറോയിൻ കയ്യിൽ എന്തോ ഒന്ന് എടുത്തുകൊണ്ട് സന്തോഷത്തോടെ ഓട്ടി വരുന്നു. നമ്മുടെ ഹീറോ അവിടെ വളരെ സങ്കടത്തോടെ ഇരിക്കുകയാണ്. എപ്പോഴാണ് ഈ ഐസ്ലൻഡിൽ നിന്ന് രക്ഷപ്പെടുക? ഇവളുടെ ശല്യം സഹിക്കാൻ വയ്യല്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ അവൾ വന്ന് ചോദിക്കുന്നു, കണ്ടോ ഞാൻ എന്തു പിടിച്ചുവെന്നു? കണ്ടോ ഞാൻ എന്തു പിടിച്ചുവെന്ന്? ഞാനൊരു സ്നെയിൽ മുത്തുച്ചിപ്പി പിടിച്ചു, ഇത് സൂപ്പറായിരിക്കും എന്ന്. പക്ഷെ ഹീറോ ശ്രദ്ധിക്കുന്നത് അവളുടെ കയ്യിലെ ആ നാറ്റമുള്ള സാധനമാണ്. ഇത് വല്ലാത്തൊരവസ്ഥ തന്നെ. ഇവൾ പണ്ടേ ഒരുമാതിരി ടൈപ്പാണല്ലോ, ഇവളുടെ കൂടെ കഴിയേണ്ടി വന്നല്ലോ എന്റെ സമയം എന്ന് അവൻ ഓർക്കുന്നു. അപ്പോൾ ഹീറോയിൻ അത് പാകം ചെയ്യാൻ റെഡിയാവുകയാണ്. ഇത് കണ്ട ഹീറോ ദേഷ്യപ്പെട്ട് ചോദിക്കുന്നു, നീ എന്താ ഈ ചെയ്യുന്നത്? ഇതൊക്കെയാണോ ഇപ്പോൾ പ്രധാനം? നമ്മളിപ്പോൾ എവിടെയാണ് ഇരിക്കുന്നത്? ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടും? സിനിമയിലൊക്കെ കാണുന്നതുപോലെ വല്ല സിഗ്നലും അയച്ചോ? ആരെങ്കിലും കാണാൻ വേണ്ടി ഹെൽപ്പ് എന്ന് എഴുതിവെക്കുകയോ തീ കൂട്ടി പുകയുയർത്തുകയോ ചെയ്തോ? അപ്പോൾ ഹീറോയിൻ വളരെ കൂളായിട്ട് പറയുന്നു, അതൊക്കെ അവിടെ ഇരിക്കട്ടെ, ആദ്യം നമുക്ക് ജീവൻ നിലനിർത്താനുള്ള വഴിയല്ലേ നോക്കേണ്ടത്. അതിനാണ് ഞാൻ ഈ ക്യാമ്പും ഭക്ഷണവുമൊക്കെ റെഡിയാക്കുന്നത്. ഇത് കേട്ടപ്പോൾ ഹീറോവിന് വീണ്ടും ടെൻഷൻ അടിച്ചു. ഇത് നിന്റെ വീടാണെന്ന് വിചാരിച്ചോ? എന്റെ ഒരു കഷ്ടകാലം എന്നു പറഞ്ഞ് എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ പറ്റുന്നില്ല. ഉടനെ ഹീറോയിൻ വന്ന് എന്തുപറ്റി എന്ന് ചോദിച്ച് അവന്റെ കയ്യിൽ പിടിക്കുന്നു. എന്റെ കയ്യിൽ തൊടരുത്, ഞാൻ ആരാണെന്ന് മറന്നോ? ഞാൻ നിന്റെ ബോസാണ്, എന്നിൽ നിന്ന് അകന്നു നിൽക്കൂ എന്ന് അവൻ ദേഷ്യപ്പെടുന്നു. ഇത് കേട്ടപ്പോൾ ഹീറോയിന് വല്ലാതെ വിഷമമായി. രക്ഷിക്കാൻ വന്ന എന്നോട് ഇങ്ങനെയാണല്ലോ പറയുന്നത്. ശരി, നീ തന്നെ നോക്കിക്കോ, ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് അവൾ തന്റെ ഷൂസൊക്കെ എടുത്ത് അവിടുന്ന് നടന്നുപോകുന്നു. അത് കണ്ടപ്പോൾ ഹീറോ വീണ്ടും കളിയാക്കി, നീ പോയാൽ എനിക്ക് രക്ഷപ്പെടാൻ അറിയില്ലെന്നാണോ? പോയേ എന്ന് പറഞ്ഞ് ആട്ടിവിടുന്നു. അവൾ അവിടുന്ന് പോകുന്നു. സമയം കടന്നുപോകുന്നു. ഹീറോവിനെ ഓരോ ഫ്രെയിമിലായി കാണിക്കുന്നുണ്ട്. അവൾ എപ്പോഴാണ് തിരിച്ചുവരിക എന്ന് അവൻ നോക്കുന്നു. അവൾ വേണമെന്ന് വെച്ച് ചെയ്യുന്നതാണോ എന്ന് അവൻ ചിന്തിക്കുന്നു. അവന് നടക്കാൻ വയ്യാത്തതുകൊണ്ട് അവൾ വന്നാലേ എന്തെങ്കിലും കഴിക്കാനോ കുടിക്കാനോ കിട്ടുകയുള്ളൂ. സമയം പോകെ പോകെ അവൾ വന്നതേയില്ല. രാത്രിയായി. ഹീറോവിന്റെ മുഖത്ത് ഇപ്പോൾ നല്ല പേടിയുണ്ട്. നടക്കാൻ വയ്യാത്ത എനിക്ക് ഒരു തുള്ളി വെള്ളം പോലും വയ്ക്കാതെ അവൾ പോയല്ലോ, അവൾ വിക്കട്ടെ, ഞാൻ കാണിച്ചു കൊടുക്കാം എന്ന് അവൻ നിലവിളിക്കുന്നു. പക്ഷേ അന്ന് രാത്രിയും അവൾ വന്നില്ല. ഭയങ്കര കാറ്റും മഴയും ഉണ്ടാകുന്നു. അടുത്ത ദിവസം രാവിലെ ഹീറോ നിലത്ത് തന്നെ തളർന്നു കിടക്കുകയാണ്. അപ്പോൾ ഹീറോയിൻ വെള്ളവുമായി വരുന്നു. വെള്ളം കണ്ടതും അവൻ അത് വാങ്ങി ആർത്തിയോടെ കുടിച്ചു. അത്രയും ദാഹിച്ചിരിക്കുകയായിരുന്നു അവൻ. ഉടനെ അവൾ പറഞ്ഞു, ബോസ്, ഇത് നിങ്ങളുടെ ഓഫീസൊന്നുമല്ല എന്ന്. അത് ശരിയാണെന്ന് അവനും മനസ്സിലായി. എന്നെ വിട്ടുപോകല്ലേ എന്ന് അവൻ മനസ്സിൽ വിചാരിക്കുന്നു. പാവം തോന്നിയ ഹീറോയിൻ അവൻ അറിയാതെ എന്തോ പറഞ്ഞതാണെന്ന് കരുതി വീണ്ടുമെല്ലാം ചെയ്യാൻ തുടങ്ങുന്നു. ഹീറോവിൻ ഇപ്പോൾ അത് നോക്കി നിൽക്കാനേ പറ്റൂ, കാരണം അവന് നടക്കാൻ വയ്യല്ലോ. അപ്പോൾ നമ്മുടെ ഹീറോയിൻ ഒരു ഈട്ടി പോലെ ഒരു വടിയെടുക്കുന്നു. അപ്പോൾ നമ്മുടെ ഹീറോയിൻ ഒരു സ്പീർ പോലെയുള്ള ഒരു കമ്പ് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇത് കണ്ടതും നീ ഇത് വെച്ച് എന്താ ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ, അതോ ഈ ഫോറസ്റ്റിനുള്ളിൽ ഒരു സൗണ്ട് കേട്ടു, മിക്കവാറും ഒരു കാട്ടുപന്നിയായിരിക്കും, അതിനെ ഹണ്ട് ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. ഉടനെ ഹീറോ ചിരിച്ചുകൊണ്ട്, അക്കൗണ്ടിംഗ് ടീമിലുള്ള നിനക്ക് ഇതൊക്കെ ആവശ്യമാണോ എന്ന മട്ടിൽ സംസാരിച്ചു. അത് കഴിഞ്ഞ് ഹീറോയിൻ ഒരു മാസ് ഡയലോഗൊക്കെ അടിച്ചിട്ട് നേരെ കാട്ടിലേക്ക് പോകുന്നു. ശരി, ഇവൾ പോയി പന്നിയുടെ കടിയും വാങ്ങി ചാകാൻ പോവുകയാണ് എന്ന് ഹീറോ വിചാരിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ ഹീറോയിൻ ആ സ്പീറൊക്കെ എടുത്ത് യാതൊരു സൗണ്ടും ഉണ്ടാക്കാതെ കാട്ടിലൂടെ പോകുന്നത്. ആ പന്നിയെ അന്വേഷിച്ച് വലിയ വലിയ മരങ്ങൾക്കിടയിലൂടെ അവൾ മുന്നോട്ടുപോയി. അതുമാത്രമല്ല, ആ കാട്ടുപന്നിയുടെ കാൽപ്പാടുകളൊക്കെ കണ്ടുപിടിച്ച് മുന്നോട്ടു പോകുന്തോറും നമ്മുടെ ഹീറോയിന് നല്ലോണം സ്വെറ്റ് ചെയ്യാനും പേടിക്കാനും തുടങ്ങുന്നു. അപ്പോൾ മരത്തിന്റെ ഇലകളൊക്കെ അനങ്ങാൻ തുടങ്ങി. പന്നി വരുന്നുണ്ടെന്ന് ഉറപ്പായി. പെട്ടെന്നത് മുന്നിൽ വന്നു നിന്നതും ഹീറോയിൻ ആകെ ഷോക്ക്ഡായി താഴെ വീണു. പക്ഷേ ഇടയിൽ ഒരു മരമുണ്ടായിരുന്നതുകൊണ്ട് പന്നിക്ക് അവളെ അറ്റാക്ക് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് പന്നി ചുറ്റിവന്ന് അവളെ ആക്രമിക്കാൻ നോക്കിയെങ്കിലും അതിനുള്ളിൽ നമ്മുടെ ഹീറോയിൻ അവിടെ നിന്ന് വാനിഷായി. ആ പന്നി വല്ലാത്ത ദേഷ്യത്തിൽ അവളെ തിരഞ്ഞുകൊണ്ടിരുന്നു. അപ്പോഴാണ് ഹീറോയിന്റെ ടവൽ മണത്തു നോക്കിയത്. ആ സമയം നോക്കി ഹീറോയിൻ മുകളിൽ നിന്ന് ഒരു ജമ്പ് കൊടുത്തു. അതിന്റെ മുതുകിൽ തന്നെ ഒന്ന് കുത്തി. പക്ഷേ കമ്പൊടിഞ്ഞുപോയി. പന്നി വീണ്ടും ആക്രമിക്കാൻ വന്നപ്പോൾ ആ ഒടിഞ്ഞ കമ്പ് വെച്ച് പന്നിയെ കുത്തി. അത് കറക്റ്റായി പന്നിയുടെ മേൽ തന്നെ തറച്ചു. എങ്കിലും അത് വിടാതെ അവളെ കടിച്ച് കഷ്ണമാക്കാൻ നോക്കിയെങ്കിലും അവസാനം വരെ പോരാടി ഹീറോയിൻ ആ പന്നിയെ ക്രൂരമായി കൊന്നു. ഒരു വലിയ കാര്യം അച്ചീവ് ചെയ്ത സന്തോഷത്തിൽ അവൾ അവിടെയിരുന്ന് അലറുന്നു. സത്യമാണ്, ഇങ്ങനെയുള്ള കാട്ടിൽ വന്ന് പന്നിയെയൊക്കെ വേട്ടയാടുന്നത് ചെറിയ കാര്യമല്ല. ഒരു കടിയിൽ തന്നെ പന്നി കൈയൊക്കെ കഷ്ണമാക്കും, അത്രയും അഗ്രസീവാണത്. അതിനെയാണല്ലോ നമ്മുടെ ഹീറോയിൻ വേട്ടയാടിയത്. എന്നിട്ട് ആ പന്നിയുടെ തലയും കൊണ്ടുവന്ന് ഹീറോയുടെ മുന്നിലിടുന്നത് കണ്ടപ്പോൾ അവനാകെ സ്റ്റണ്ടായിപ്പോയി. ആരാടാ ഇവൾ എന്ന മട്ടിലായി അവന്റെ ലുക്ക്. അടുത്ത സീൻ രാത്രിയാണ്. അവർ രണ്ടുപേരും കൂടി ആ പന്നിയെ പാചകം ചെയ്തു കഴിക്കുകയാണ്. അത് നല്ല ടാസ്റ്റിയായിരുന്നു.
ഇങ്ങനെയൊരു മീറ്റ് ഞാൻ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല എന്ന മട്ടിൽ അവർ കഴിക്കുന്നു. കാരണം രണ്ടുപേർക്കും അത്രയ്ക്ക് വിശപ്പുണ്ടായിരുന്നു. അന്ന് രാത്രി അവർ സന്തോഷമായി ആഹാരം കഴിച്ചു. അടുത്ത ദിവസം രാവിലെ ഹീറോയിൻ ഈ കാട് മൊത്തം ഒന്ന് ചുറ്റി നടന്നു. അപ്പോഴാണ് ഒരു വാട്ടർഫോൾ കണ്ടത്. അവൾക്ക് വല്ലാത്ത സന്തോഷമായി. കാരണം ഇനി വെള്ളത്തിന് ഒരു ഷോർട്ടേജ് ഉണ്ടാവില്ലല്ലോ. വെള്ളത്തിലെ ആ റിഫ്ലക്ഷനിൽ തന്റെ മുഖം നോക്കിയപ്പോൾ അത് നല്ലോണം ഗ്ലോ ആയതുപോലെ തോന്നി. ആ കാട്ടിൽ വെറും 5-6 ദിവസമേ ആയിട്ടുള്ളൂ എങ്കിലും അവളുടെ മുഖത്ത് ഒരു പ്രത്യേക തെളിച്ചം വന്നു. അവൾക്ക് ആ സ്ഥലം ഒരുപാട് ഇഷ്ടപ്പെട്ടു. അവൾ ആ വെള്ളത്തിലിറങ്ങി സന്തോഷത്തോടെ കുളിക്കാൻ തുടങ്ങി. അങ്ങനെ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു ബോട്ട് സൗണ്ട് കേട്ടു. അവൾ പേടിച്ചോടിവന്ന് നോക്കിയപ്പോൾ ഒരു ബോട്ട് അവിടുന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് സ്റ്റോപ്പ് ചെയ്യാൻ നോക്കിയെങ്കിലും പിന്നെ വേണ്ടെന്ന് അവൾ തീരുമാനിച്ചു. കാരണം ഇനിയും കുറച്ചു ദിവസം കൂടി ആ കാട്ടിൽ സർവൈവ് ചെയ്യാമെന്ന് അവൾ തീരുമാനിച്ചു. അതുകൊണ്ട് ആ ബോട്ട് അവിടെ നിന്ന് പോകാൻ അനുവദിച്ചു. അപ്പോ നിങ്ങളായിരുന്നെങ്കിൽ എന്തു ചെയ്യുമായിരുന്നു? ആ കാട് നിങ്ങൾക്കിഷ്ടമാണെങ്കിലും അവിടെ തന്നെ നിൽക്കുമോ, അതോ ആ ബോട്ട് നിർത്തി രക്ഷപ്പെടുമോ? മിക്കവാറും എല്ലാവരും ബോട്ട് നിർത്തിയേനെ. അത് കഴിഞ്ഞ് ഹീറോയിൻ താൻ കൊണ്ടുവന്ന വെള്ളം ഹീറോവിനു കൊടുത്തു. അവനത് മടിയോടെയാണെങ്കിലും കുടിച്ചു. നമ്മളിവിടെ വന്നിട്ട് 7 ദിവസമായി. ഇനിയും നമ്മളെ ആരും കണ്ടുപിടിച്ചില്ലേ? ഫ്ലൈറ്റ് തകർന്ന സ്ഥലത്തിന് അടുത്തൊക്കെ തിരഞ്ഞാൽ നമ്മളെ കാണില്ലേ? എവിടെ പോയി നമ്മളെ സെർച്ച് ചെയ്യുന്ന ടീം എന്നൊക്കെ പറഞ്ഞ് അവൻ ബഹളം വയ്ക്കാൻ തുടങ്ങി. പക്ഷെ നമ്മുടെ ഹീറോയിൻ നല്ല കൂളായിട്ടാണ് ഇരിക്കുന്നത്. അവൾക്ക് പേടിയൊന്നുമില്ല. നീ എന്തിനാ ഇങ്ങനെ ടെൻസാകുന്നത്? ഇവിടെ കഴിയാൻ നല്ല സുഖമല്ലേ? നിനക്ക് കൂട്ടിന് ഞാനുണ്ട്, കഴിക്കാൻ ആഹാരമുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ എല്ലാമുണ്ടെങ്കിൽ ഇവിടെ നിന്ന് പോകണ്ടേ? നിന്റെ കൂടെ ഇനി ഇങ്ങനെ കഴിയാൻ എനിക്ക് പറ്റില്ല. ഞാൻ തന്നെ രക്ഷപ്പെടാൻ വഴി നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ഹീറോ ഒരു വടിയൊക്കെ ഊന്നി നൊണ്ടി നടക്കാൻ തുടങ്ങി. അത് കണ്ടിട്ട് ഹീറോയിൻ പറഞ്ഞു, ശരി പോ, നീ എങ്ങനെയായാലും ഇങ്ങോട്ട് തന്നെ തിരിച്ചുവരും. പക്ഷെ അവൻ സമ്മതിച്ചില്ല. ഞാൻ വരില്ല, എനിക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ അറിയില്ലെന്നാണോ നിന്റെ വിചാരം എന്ന് ചോദിച്ച് അവൻ അവിടുന്ന് മാറിപ്പോയി അവന്റേതായ ഒരു ഷെൽട്ടർ ബിൽഡ് ചെയ്യാൻ നോക്കി. സമയം പോകുന്തോറും കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു സൈഡിൽ ഹീറോയിൻ എല്ലാ ഫെസിലിറ്റീസുമായി സുഖമായിരിക്കുന്നു. പക്ഷെ ഹീറോ ഒരു സിഇഒ ഒക്കെ ആണെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റാതെ കഷ്ടപ്പെടുകയാണ്. അവൻ വെള്ളം പിടിക്കാൻ നോക്കിയെങ്കിലും അത് ഫെയിലായി. അവസാനം ഇലകളിലൊക്കെ ഹെൽപ്പ് എന്ന് എഴുതിവെച്ചു. മറുഭാഗത്ത് ഹീറോയിൻ നല്ല അഡ്വാൻസ്ഡ് ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അവൾ സ്കിന്നിനു വേണ്ടി ഒരു ക്രീമൊക്കെ റെഡിയാക്കി മുഖത്തിടുന്നു. മഴ പെയ്തപ്പോൾ അവൾ ഒരു ടെന്റിനുള്ളിൽ സുഖമായി ഉറങ്ങി. പക്ഷേ ഹീറോ മഴ നനഞ്ഞു തന്നെയാണ് കിടന്നുറങ്ങിയത്. അടുത്ത ദിവസം രാവിലെ ഹീറോയിൻ നല്ല രസമായി മീനൊക്കെ പിടിച്ചുവരുന്നത് ഹീറോ കണ്ടു. തനിക്ക് കഴിക്കാനൊന്നുമില്ലല്ലോ എന്ന് വിഷമിച്ചിരിക്കുമ്പോഴാണ് ഒരു പ്രാണിയെ കണ്ടത്. വിശപ്പ് സഹിക്കാൻ വയ്യാതെ അവൻ ആ പ്രാണിയെ പിടിച്ച് അങ്ങ് കഴിച്ചു. അത് ഭയങ്കര കയ്പായിരുന്നു. വായ ആകെ പുകയാൻ തുടങ്ങി. അത് തുപ്പിക്കളഞ്ഞിട്ട് നോക്കുമ്പോൾ ഹീറോയിൻ അവിടെ പലതരം വിഭവങ്ങൾ വെച്ച് കഴിക്കുന്നു. അയ്യോ, ധൃതിപ്പെട്ട് അവിടുന്ന് മാറിപ്പോയല്ലോ എന്നവൻ ഓർത്തു. അവസാനം എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാം എന്ന് കരുതി അവൻ പതുക്കെ അവളുടെ അടുത്ത് ചെന്നു. ഹലോ ഹീറോയിൻ, എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു. അവൾ, ഞാൻ സുഖമായിരിക്കുന്നു, നീ എന്താ ഈ വഴിക്ക് എന്ന് തിരിച്ചും ചോദിച്ചു. അതോ, ഞാൻ ഒരുപാട് നേരം ഇരുന്ന് ആലോചിച്ചു. നമ്മൾ രണ്ടുപേരും ഒന്നിച്ചു നിന്നാലേ സർവൈവ് ചെയ്യാൻ പറ്റൂ എന്ന് എനിക്ക് മനസ്സിലായി എന്ന് അവൻ പറഞ്ഞു. എനിക്കങ്ങനെയൊന്നും തോന്നിയില്ലല്ലോ എന്ന് അവൾ കളിയാക്കി. സോറി, എനിക്ക് നല്ലോണം വിശക്കുന്നുണ്ട്, ഞാൻ ഇനി എന്താ ചെയ്യുക എന്ന് അവൻ കെഞ്ചാൻ തുടങ്ങി. ശരി, വാ വന്നിരിക്കെ, നിന്നെ വീണ്ടും എന്റെ ടീമിലെടുക്കാം. ഇനി മുതൽ നല്ല കുട്ടിയായിരിക്കണം എന്ന് പറഞ്ഞ് അവൾ അവന് ഭക്ഷണം കൊടുത്തു. അവൻ ദേഷ്യത്തിലാണെങ്കിലും ആ ഭക്ഷണം കഴിച്ചു. ഇരിക്കട്ടെ, എനിക്കും ഒരു കാലം വരും എന്ന് മനസ്സിനോട് പറഞ്ഞു. അതുകഴിഞ്ഞ് അവൾ അവനെ ഒരു വാക്കിങ്ങിന് കൊണ്ടുപോയി. നീ നടക്കണം, എന്നാലേ നിന്റെ കാൽ വേഗം ശരിയാകൂ എന്ന് പറഞ്ഞു. അവൻ മനസ്സില്ലാ മനസ്സോടെ അവളുടെ കൂടെ പോയി. അവർ ഒരു മലയുടെ മുകളിലേക്കാണ് പോയത്. ആ സ്ഥലം കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഹീറോവിന് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും അവൻ കഷ്ടപ്പെട്ട് മുകളിലെത്തി. അവിടെ കുറച്ച് പഴങ്ങൾ, ബെറീസ് ഉണ്ടായിരുന്നു. അത് കഴിക്കാൻ പറ്റുമോ എന്ന് ചെക്ക് ചെയ്യാൻ അവൾ ഒരു വഴി പറഞ്ഞുകൊടുത്തു. കയ്യിൽ ഉരച്ചു നോക്കുമ്പോൾ നീറ്റലുണ്ടെങ്കിൽ അത് പോയ്സണസ് ആണെന്ന് അവൾ പറഞ്ഞു. അങ്ങനെ ആ കാടിനെക്കുറിച്ച് അവൾ കുറേ കാര്യങ്ങൾ പറഞ്ഞുകൊടുത്തു. അവർ രണ്ടുപേരും അവിടെയിരുന്ന് ആ വ്യൂ ഒക്കെ കണ്ട് ആസ്വദിച്ചു. തിരിച്ചു പോകാൻ സമയമായപ്പോൾ വേഗം പോകാം, ഇല്ലെങ്കിൽ ഇരുട്ടും എന്ന് പറഞ്ഞ് അവർ മലയിറങ്ങി. പോകുന്ന വഴിയിൽ പെട്ടെന്ന് ഹീറോയിനിന്റെ കാൽ വഴുതി അവൾ താഴേക്ക് വീഴാൻ പോയി. താഴെ മുഴുവൻ പാറകളാണ്, വീണാൽ മരണമുറപ്പ്. പക്ഷെ ജസ്റ്റ് മിസ്സിൽ നമ്മുടെ ഹീറോ അവളുടെ കൈ പിടിച്ചു. അവളെ വലിച്ചു മുകളിലേക്കിട്ടു. അപ്പോഴാണ് അവൾക്ക് ശ്വാസം നേരെ വീണത്. അവർ രണ്ടുപേരും ആ സന്തോഷത്തിൽ അവിടെയിരുന്ന് ചിരിച്ചു. അവർ തിരിച്ച് താവളത്തിലെത്തി. ഹീറോയിൻ കുറച്ച് പഴങ്ങൾ പറിച്ചുകൊണ്ടുവന്ന് അത് തീയിലിട്ട് ചൂടാക്കി ഹീറോവിന് കൊടുത്തു. അവനത് ആസ്വദിച്ചു കഴിച്ചു. ഇത് കണ്ടപ്പോൾ ഹീറോയിൻ ചോദിച്ചു, പ്രൂണോ എന്നതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ജയിലിലൊക്കെ ഉള്ളവർ ഉണ്ടാക്കുന്ന ഒരു തരം ഡ്രിങ്കാണത്. അതിനെ ടോയ്ലറ്റ് വൈൻ എന്നും പറയും. അതൊരു ഫെർമെന്റേഷൻ പ്രോസസ്സാണ്. അത് കേട്ടപ്പോൾ ഹീറോ പറഞ്ഞു, അതൊക്കെ കുടിക്കാൻ കിട്ടിയാൽ കൊള്ളാം. വിഷമിക്കേണ്ട, ഇന്ന് രാത്രി നമുക്കത് കുടിക്കാം എന്ന് അവൾ പറഞ്ഞു. അത് കേട്ടവൻ ഷോക്കായി. അവൾ അതും റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. രാത്രിയായപ്പോൾ അവർ രണ്ടുപേരും നിലാവെളിച്ചത്തിൽ കടൽത്തീരത്ത് തീ കൂട്ടിയിരുന്ന് ആ വൈൻ കുടിക്കാൻ തുടങ്ങി. ആ സയ്യത്ത് അവർ മനസ്സു തുറന്ന് സംസാരിച്ചു. അപ്പോഴാണ് ഹീറോയിൻ തന്റെ ഒരു സീക്രട്ട് പറഞ്ഞത്. തനിക്ക് വിവാഹം കഴിഞ്ഞിരുന്നു എന്നും 10 വർഷം ആ ബന്ധം നീണ്ടുനിന്നുവെന്നും അവൾ പറഞ്ഞു. 10 വർഷമോ?
കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ എന്ന് അവൻ അത്ഭുതപ്പെട്ടു. തന്റെ ഭർത്താവ് ഒരു കാർ ആക്സിഡന്റിൽ മരിച്ചതാണെന്ന് അവൾ പറഞ്ഞു. അവൻ ഒരു വലിയ മദ്യപാനിയായിരുന്നു എന്നും തന്നെ എപ്പോഴും ഉപദ്രവിച്ചിരുന്നു എന്നും അവൾ വെളിപ്പെടുത്തി. ഒരു ദിവസം അവൻ മദ്യപിച്ചു വന്ന് കാർ കീ ചോദിച്ചപ്പോൾ അവൾ അത് മേശപ്പുറത്ത് വെച്ചുകൊടുത്തു. ആ കീയും കൊണ്ടുപോയ അവൻ അന്നത്തെ അപകടത്തിൽ മരിച്ചു. അവന്റെ മരണത്തിന് കാരണം ഞാനാണ് എന്ന് അവൾ വല്ലാത്ത കുറ്റബോധത്തോടെ പറഞ്ഞു. അത് കേട്ടപ്പോൾ ഹീറോ അവളെ ആശ്വസിപ്പിച്ചു. അങ്ങനെയൊന്നുമില്ല, നീ അത് ഓർത്ത് വിഷമിക്കരുത്. അങ്ങനെ അന്ന് രാത്രി മുഴുവൻ അവർ ആ ഫെർമെന്റഡ് വൈൻ കുടിച്ച് അവിടെ ചെലവഴിച്ചു. ആ ഫെർമെന്റേഷൻ പ്രോസസ്സിലൂടെ ഉണ്ടാക്കിയ വൈൻ അവർ കുടിക്കുകയാണ്. അത്യാവശ്യം നല്ല ഹൈയായെന്ന് തോന്നുന്നു. നമ്മുടെ ഹീറോയിൻ രാത്രി അവിടെ തന്നെ കിടന്നുറങ്ങി. നേരം വെളുത്തപ്പോൾ അവൾ എഴുന്നേറ്റ് ഹീറോയെ തെരഞ്ഞെങ്കിലും അവിടെങ്ങും കണ്ടില്ല. അവൻ അപ്പുറത്ത് കുളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് അവിടെ നല്ലോണം മഴ പെയ്യാൻ തുടങ്ങി. വെറും മഴയല്ല, ഒരു ഭയങ്കരമായ സ്റ്റോം തന്നെ ആഞ്ഞടിച്ചു. അവർ വേഗത്തിൽ തങ്ങളുടെ ടെന്റിലേക്ക് ഓടിയെത്തി. പക്ഷേ കാറ്റ് കാരണം ആ ടെന്റ് അപ്പാടെ പറന്നുപോകുമെന്ന അവസ്ഥയായി. ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ല എന്ന് പറഞ്ഞ് ഹീറോയിൻ വേഗം ഹീറോയെയും കൂട്ടി ഒരു ഗുഹ പോലെയുള്ള സ്ഥലത്തേക്ക് മാറി. പുറത്ത് നല്ല മഴയായതുകൊണ്ട് സുരക്ഷിതമായിരിക്കാൻ ഈ ഗുഹ തന്നെയാണ് നല്ലതെന്ന് അവർക്ക് തോന്നി. മഴ കുറയുന്നതുവരെ അവർ അവിടെ തന്നെയിരുന്നു. തണുപ്പ് സഹിക്കാൻ വയ്യാത്ത അവസ്ഥയായിരുന്നു. വസ്ത്രങ്ങളെല്ലാം നനഞ്ഞതുകൊണ്ട് അവർ അത് ഊരിമാറ്റി. അപ്പോൾ ഹീറോ എന്റെ അടുത്തേക്ക് വരൂ എന്ന് പറഞ്ഞ് ഹീറോ എന്നെ ചേർത്ത് പിടിച്ചു. തണുപ്പ് മാറ്റാൻ അവർ അങ്ങനെയിരുന്നു. പിറ്റേന്ന് രാവിലെ ഹീറോയിൻ എഴുന്നേറ്റപ്പോൾ ഹീറോയെ കാണാനില്ല. അവൻ എവിടെ പോയി എന്ന് തിരക്കി അവൾ പുറത്തേക്ക് വന്നു. അവൻ അവിടെ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഇവിടെ തന്നെയുണ്ട്, ജസ്റ്റ് ഒന്ന് വാക്കിംഗ് പോയതാ എന്ന് അവൻ അവളോട് പറഞ്ഞു. അപ്പോൾ ഹീറോയിൻ പറഞ്ഞു, ഞാൻ നമ്മുടെ പഴയ താവളം പോയി കണ്ടു. അത് ഫുൾ ഡാമേജ്ഡായി. നമ്മളൊരു മിസ്റ്റേക്ക് ചെയ്തു. കടൽ തീരത്ത് ടെന്റ് അടിക്കാൻ പാടില്ലായിരുന്നു. നമുക്ക് ഇനി കുറച്ച് ഉയരമുള്ള സ്ഥലത്ത് ടെന്റ് ഉണ്ടാക്കാം. അതാകുമ്പോൾ കാറ്റടിച്ചാലും ഒന്നും സംഭവിക്കില്ല. അത് കേട്ടപ്പോൾ ഹീറോ പറഞ്ഞു, നീ പറഞ്ഞത് കറക്റ്റാണ്. നീ ശരിക്കും ഒരു ജീനിയസ് തന്നെ. ഞാനും നിന്നെ ഹെൽപ്പ് ചെയ്യാം. അങ്ങനെ അവർ രണ്ടുപേരും ചേർന്ന് പുതിയൊരു ടെന്റ് ഉണ്ടാക്കി. അവിടെയിരുന്ന ഒരു കത്തിയെടുത്ത് ഹീറോയിൻ എന്തോ ചെയ്യുന്നത് കണ്ടപ്പോൾ ഹീറോ ചോദിച്ചു, നിനക്കീ കത്തി എവിടെ നിന്ന് കിട്ടി? അതോ, ഇത് തിരമാലകൾക്കൊപ്പം തീരത്തേക്ക് വന്നതാണ്. മിക്കവാറും നമ്മുടെ ഫ്ലൈറ്റിലുണ്ടായിരുന്നതായിരിക്കും എന്നവൾ മറുപടി നൽകി. അവർ ആ ടെന്റ് റെഡിയാക്കി കഴിഞ്ഞപ്പോൾ ഹീറോ പറഞ്ഞു, ഞാനൊന്ന് നടന്നിട്ട് വരാം. നിൽക്കൂ, ഞാനും വരാം എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും കൂടി ജോളിയായി നടക്കാൻ പോയി. ഒരു സ്ഥലത്തെത്തിയപ്പോൾ അവർ ഇരുന്നിട്ട് സംസാരിക്കാൻ തുടങ്ങി. നീ ചെയ്ത ഈ സഹായങ്ങളൊന്നും ഞാൻ ഒരിക്കലും മറക്കില്ല. എനിക്ക് നിന്നെക്കുറിച്ച് വലിയ അഭിമാനമുണ്ട്. ഈ അനുഭവം എനിക്കൊരു വലിയ പാഠമാണ്. ഉറപ്പായും കുറച്ചു ദിവസത്തിനുള്ളിൽ നമ്മളെ ആരെങ്കിലും റെസ്ക്യൂ ചെയ്യും. അതുവരെ നമുക്കിവിടെ സേഫായിരിക്കാം എന്നവൻ പറഞ്ഞു. അവന്റെ വാക്കുകൾ കേട്ടപ്പോൾ ഹീറോയിന് ഒരുപാട് സന്തോഷമായി. അപ്പോൾ ഹീറോ പറഞ്ഞു, നിന്നെ ഹോണർ ചെയ്യാൻ വേണ്ടി ഇന്ന് രാത്രി ഞാൻ നിനക്ക് ഡിന്നർ ഉണ്ടാക്കിത്തരാം. രാത്രിയായപ്പോൾ ഹീറോയിൻ നല്ലപോലെ ഡ്രസ്സൊക്കെ ചെയ്ത് റെഡിയായിരുന്നു. അതൊരു റൊമാന്റിക് പാർട്ടി ആയിരിക്കുമെന്നും അവനോടൊപ്പം റൊമാൻസ് ചെയ്യാമെന്നുമൊക്കെ അവൾ വിചാരിച്ചു. ആ സമയത്ത് ഹീറോ ഒരു സൂപ്പർ ഡിന്നറൊക്കെയായിട്ട് അങ്ങോട്ട് വന്നു. അത് കണ്ടതും അവൾക്ക് വിശപ്പ് സഹിക്കാൻ പറ്റിയില്ല. വേഗം വാരിവലിച്ചു കഴിച്ചു. പക്ഷെ കഴിച്ചു കുറച്ചു കഴിഞ്ഞതും അവളുടെ തല കറങ്ങാൻ തുടങ്ങി. ആകെ ഒരു അൺകോൺഷ്യസ് മയക്കം അവസ്ഥയായി. ഇത് കണ്ട് ഹീറോ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീ കുടുങ്ങിയല്ലോ. എന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ അനുവദിക്കില്ലല്ലേ? ഇനി ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. അവൻ വേഗത്തിൽ താനുണ്ടാക്കിയ ഒരു ബോട്ടെടുത്ത് കടലിലേക്കിറങ്ങി. ഹീറോയിൻ അവനെ തടയാൻ നോക്കിയെങ്കിലും നടന്നില്ല. അവൻ ഒരു വലിയ തിരമാലയും കടന്ന് മുന്നോട്ടുപോയി. ഞാൻ ജയിച്ചു, നീ ഇവിടെ കിടന്ന് ചത്തോളൂ, ഞാൻ രക്ഷപ്പെടാൻ പോവുകയാണ് എന്ന് വിളിച്ചു പറഞ്ഞ് അവൻ ആവേശത്തോടെ തുഴയാൻ തുടങ്ങി. പക്ഷെ പെട്ടെന്ന് മറ്റൊരു വലിയ തിരമാല വന്ന് അവന്റെ ബോട്ട് തകർത്തു കളഞ്ഞു. ആ മുളങ്കമ്പുകളെല്ലാം ചിന്നിച്ചിതറി. അവൻ വെള്ളത്തിൽ മുങ്ങിത്താഴാൻ തുടങ്ങി. ഇപ്പോഴും നമ്മുടെ ഹീറോയിൻ തന്നെ വന്ന് അവനെ രക്ഷപ്പെടുത്തി കരയിലേക്ക് കയറ്റി. കരയിലെത്തിയതും അവൻ അവളുടെ മേലേക്ക് തന്നെ വോമിറ്റ് ചെയ്തു. എങ്ങനെയൊക്കെയോ അവന്റെ ജീവൻ തിരിച്ചുകിട്ടി. നേരം വെളുത്തപ്പോൾ ഹീറോ വല്ലാത്തൊരു കുറ്റബോധം കാരണം അവളുടെ മുന്നിൽ തല താഴ്ത്തിയിരുന്നു. എന്നോട് ക്ഷമിക്കണം, ഞാൻ അറിയാതെ ചെയ്തു പോയതാണ് എന്ന് പറഞ്ഞ് അവൻ കരയാൻ തുടങ്ങി. സാരമില്ല, പോട്ടെ, ആ വെപ്രാളത്തിൽ പറ്റിപ്പോയതല്ലേ, എനിക്ക് പരിഭവമൊന്നുമില്ല എന്ന് അവൾ പറഞ്ഞു. ഇല്ല, ഞാൻ ചെയ്തത് വലിയ തെറ്റാണ്. നിന്റെ മുഖത്ത് നോക്കാൻ പോലും എനിക്ക് കഴിയുന്നില്ല എന്ന് അവൻ വീണ്ടും കരഞ്ഞു പറഞ്ഞു. ഉടനെ അവൾ പറഞ്ഞു, ശരി ശരി, അത് വിട്. പക്ഷേ നീ എനിക്ക് ആ ബെറീസ് തന്നില്ലേ? അതിന്റെ ഡോസേജ് അല്പം കൂടിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ മരിച്ചുപോയേനെ. എങ്കിലും ഞാൻ അതൊക്കെ ക്ഷമിച്ചു. നീ അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട. ദാ, ഇത് കഴിക്ക്, നിനക്ക് വയ്യാത്തതല്ലേ എന്ന് പറഞ്ഞ് അവളൊരു ഓക്ടോപ്പസ് പാചകം ചെയ്ത് അവന് കൊടുത്തു. എന്നോട് ക്ഷമിക്കണം, എനിക്കിത് കഴിക്കാൻ തോന്നുന്നില്ല എന്ന് അവൻ പറഞ്ഞെങ്കിലും പിന്നീട് അതങ്ങ് അകത്താക്കി. ഭക്ഷണം കഴിച്ച് കുറച്ചു കഴിഞ്ഞപ്പോൾ അവനെന്തോ ഒരു അസ്വസ്ഥത തോന്നി. അവന് അനങ്ങാൻ പറ്റുന്നില്ല. കണ്ണ് കാണാം, എല്ലാം കേൾക്കാം, പക്ഷെ ശരീരം അനക്കാൻ കഴിയുന്നില്ല. ഒരേയിടത്ത് തറഞ്ഞുപോയി. അപ്പോഴാണ് ഹീറോയിൻ തന്റെ തനിനിറം പുറത്തെടുത്തത്. നിനക്കെത്ര വലിയ അഹങ്കാരമാണ്! ഞാൻ നിനക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്നു, നിന്നെ രക്ഷിക്കാൻ നോക്കുന്നു. പക്ഷെ നീ എന്നെ ഇല്ലാതാക്കി രക്ഷപ്പെടാൻ നോക്കുകയാണോ? വിഷമിക്കേണ്ട, ഞാൻ നിനക്ക് വിഷമൊന്നും തന്നിട്ടില്ല. ഈ ഓക്ടോപ്പസിൽ ന്യൂറോടോക്സിൻ ഉണ്ടായിരുന്നു. അത് കഴിച്ചാൽ കുറേ നേരത്തേക്ക് ശരീരം തളർന്നുപോകും. നീ ചെയ്തതിനിതൊരു ചെറിയ ശിക്ഷയാണ്. നിന്നെ ഇങ്ങനെ എത്ര വട്ടം ഞാൻ സഹിക്കണം?
അതുകൊണ്ട് നിനക്ക് നല്ലൊരു പണി തരാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് അവൾ ആ കത്തി തീയിലിട്ട് പഴുപ്പിച്ചു. എന്നിട്ട് അവന്റെ പാൻസൊക്കെ അഴിച്ചു മാറ്റിയിട്ട് പറഞ്ഞു, പുരാതന ഈജിപ്തിൽ അടിമകളെ മെരുക്കാൻ വേണ്ടി ഇങ്ങനെയൊരു ശിക്ഷ നൽകാറുണ്ട്. അപ്പോഴേ അവർ അനുസരിക്കുകയുള്ളൂ. പഴുത്ത കത്തിയുമായി അവൾ അടുത്തേക്ക് വന്നപ്പോൾ അവൻ പേടിച്ച് നിലവിളിക്കാൻ നോക്കിയെങ്കിലും വായ മൂടിക്കെട്ടിയിരിക്കുന്നതുകൊണ്ട് ശബ്ദം പുറത്തു വന്നില്ല. അവൾ ആ കത്തികൊണ്ട് എന്തോ ചെയ്തു. ചോര അവന്റെ മുഖത്തേക്ക് തെറിച്ചു. അവൻ വല്ലാതെ കരഞ്ഞു. അപ്പോൾ അവൾ അവിടുന്ന് ഒരു എലിയെ എടുത്തു കാണിച്ചിട്ട് പറഞ്ഞു, ഈ വട്ടം എലിയെയാണ് കൊന്നത്, അടുത്ത വട്ടം ഇങ്ങനെ എന്തെങ്കിലും ചെയ്താൽ നിന്റെ അവസ്ഥ ഇതായിരിക്കും എന്ന് അവനെ ഭയപ്പെടുത്തി. അവൻ ആകെ തകർന്നുപോയി. കുറച്ചു കഴിഞ്ഞ് അവൻ നോർമലായി. എങ്കിലും ദേഷ്യം കാരണം അവൻ അവൾക്ക് ദൂരെയൊരു ടെന്റൊക്കെ ഉണ്ടാക്കി മാറിയിരിക്കുകയായിരുന്നു. എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്, ഒന്ന് ചിരിക്കൂ എന്ന് അവൾ പറഞ്ഞപ്പോൾ അവൻ വെറുതെ ഒന്ന് ചിരിച്ചു. ഞാൻ കുറച്ച് മാമ്പഴം പറിക്കാൻ പോവുകയാണ്, ഇവിടെ നല്ല ടേസ്റ്റിയായ മാമ്പഴമുണ്ട് എന്ന് പറഞ്ഞ് അവൾ കാട്ടിലേക്ക് പോയി. അവൾ മാമ്പഴം പറിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു ബോട്ട് വരുന്നത് കണ്ടു. നോക്കുമ്പോൾ അതവന്റെ ഫിയാൻസിയാണ്. കൂടെ വേറൊരാളുമുണ്ട്. ഇല്ല, ഇത് നടക്കാൻ പാടില്ല എന്ന് അവൾ ആത്മഗതം ചെയ്തു. പക്ഷേ അവർ അവളെ കണ്ടുപിടിച്ചു. നീ ഇവിടെയുണ്ടോ? അവനെവിടെ? അവൻ സേഫാണോ എന്ന് അവർ ചോദിച്ചു. അതെ, അവൻ സുരക്ഷിതനാണ് എന്ന് അവൾ മറുപടി നൽകി. വേഗം ഞങ്ങളെ അവന്റെ അടുത്തേക്ക് കൊണ്ടുപോകൂ, നിങ്ങളെ രക്ഷിക്കാൻ ഞങ്ങൾ വന്നതാണ്. നിങ്ങളെ കാണുമ്പോൾ എല്ലാവർക്കും ഒരുപാട് സന്തോഷമാകും എന്ന് അവർ പറഞ്ഞു. ഹീറോയിന് എന്തു ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. അവൾ അവരെ ഒരു ഷോർട്ട് കട്ട് വഴിയിലൂടെ മലയുടെ മുകളിലേക്ക് കൊണ്ടുപോയി. പോകുന്ന വഴിയിൽ അവൾ അവരോട് സംസാരിച്ചു. നിങ്ങൾ രണ്ടുപേർ മാത്രമാണോ വന്നത്? വേറെ ആരെങ്കിലും കൂടെയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ, ഇല്ല, ഞങ്ങൾ രണ്ടുപേരുമാണ് നിങ്ങളെ കണ്ടെത്തിയത്. ഞാൻ ബോട്ടിലെത്തിയുടനെ റേഡിയോ വഴി എല്ലാവരെയും അറിയിക്കാം എന്നവർ പറഞ്ഞു. ആ ദ്വീപ് അവൾക്ക് അത്രയ്ക്കിഷ്ടപ്പെട്ടു പോയിരുന്നു. ഇവരെ എന്തു ചെയ്യണം എന്നവൾ ആലോചിച്ചു. ഒരു സ്ഥലത്തെത്തിയപ്പോൾ എന്റെ ഷൂലേസ് ഒന്ന് അഴിഞ്ഞുപോയി എന്ന് പറഞ്ഞ് അവൾ നിന്നു. ഇവരെ കൊന്നുകളഞ്ഞാലോ എന്ന് അവൾ മനസ്സിനുള്ളിൽ ചിന്തിച്ചു. ആ ഫിയാൻസെ മുന്നിൽ നടക്കുകയായിരുന്നു. പണ്ട് ഹീറോയിൻ വീണ അതേ സ്ഥലത്ത് അവൾ എത്തിയപ്പോൾ കാൽ വഴുതി താഴേക്ക് വീഴാൻ പോയി. പക്ഷെ കൂടെയുണ്ടായിരുന്ന ഡ്രൈവർ അവളെ പിടിച്ചു രക്ഷപ്പെടുത്തി. സാരമില്ല മോളെ, ഞാൻ പിടിക്കാമെന്നയാൾ പറഞ്ഞു. ഹീറോയിൻ കണ്ണടച്ചുപിടിച്ച്, ഇല്ല, ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല എന്ന് വിചാരിച്ചു. അടുത്ത സീനിൽ ഹീറോ ഒരു കയറെടുത്തുകൊണ്ടിരിക്കുന്നത് കാണാം. അങ്ങോട്ട് വല്ലാത്ത സങ്കടത്തോടെ വന്ന ഹീറോയിൻ കടൽ തീരത്ത് തളർന്നിരുന്നു. അത് കണ്ട് അവന് കാര്യം മനസ്സിലായില്ല. പിന്നീട് അവൾ അവിടെ കിടന്നുറങ്ങുമ്പോൾ ഹീറോ വന്ന് ചോദിച്ചു, നമുക്ക് കുറച്ച് പ്രോട്ടീൻ റെഡിയാക്കണം. ആ പന്നിയെ വേട്ടയാടാൻ വരുന്നുണ്ടോ? ഇല്ല, എനിക്ക് വല്ലാത്ത വിഷമം തോന്നുന്നു, ഞാൻ പിന്നെ വരാം എന്ന് അവൾ പറഞ്ഞു. അന്ന് രാത്രി ഹീറോ നല്ല ഉറക്കത്തിലായിരുന്നു. പക്ഷേ അവൾക്ക് ഉറക്കം വന്നില്ല. അവൾ കടൽ തീരത്തേക്ക് പോയി. അവിടെ ആ ഫിയാൻസെ ചോരയൊലിപ്പിച്ച് ഇഴഞ്ഞുവരുന്നത് അവൾ കണ്ടു. അയ്യോ, അവൾ ചത്തില്ലേ എന്ന് അവൾ പേടിച്ചു. ഞാൻ ഹീറോയോടെല്ലാം പറയും, നീ ഒരു കൊലപാതകിയാണ് എന്ന് ആ പെണ്ണ് പറഞ്ഞു. അവൾ അടുത്തു വന്നപ്പോൾ അടുത്തു വരരുത് എന്ന് പറഞ്ഞ് ഹീറോയിൻ ഒരു തീപ്പന്തമെടുത്ത് അവളുടെ തലയ്ക്കടിച്ചു. അവൾ അവിടെ നിന്ന് അപ്രത്യക്ഷമായി. പെട്ടെന്ന് പിന്നിൽ നിന്ന് ഒരു പ്രേതം വന്ന് അവളെ പേടിപ്പിച്ചു. അപ്പോഴാണ് അവൾ ഞെട്ടിയെഴുന്നേറ്റത്. അതൊരു സ്വപ്നമായിരുന്നു. തന്റെ ഉള്ളിലെ കുറ്റബോധം കാരണമാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായി. മറുഭാഗത്ത് ഹീറോ പന്നിയെ വേട്ടയാടാനിറങ്ങി. ഒരു പന്നിയെ കണ്ടപ്പോൾ അവൻ പതുക്കെ അതിന്റെ അടുത്തേക്ക് നീങ്ങി. ആ പന്നി അവിടെ എന്തോ നക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ശബ്ദം കേൾക്കാതിരിക്കാൻ അവൻ സൂക്ഷിച്ചു നീങ്ങിയെങ്കിലും അബദ്ധത്തിൽ ഒരു ഉണങ്ങിയ മരക്കഷ്ണത്തിൽ ചവിട്ടിപ്പോയി. ശബ്ദം കേട്ടതും പന്നി ഓടിപ്പോയി. അയ്യോ, പണിപാളിയല്ലോ എന്ന് വിചാരിച്ച് പന്നി എന്താണ് അവിടെ നക്കിക്കൊണ്ടിരുന്നത് എന്ന് അവൻ പോയി നോക്കി. അത് കണ്ടതും അവൻ ആകെ ഞെട്ടിപ്പോയി. കാരണം അത് ആ ഫിയാൻസിയുടെ കൈയായിരുന്നു. ആ മോതിരം ഇപ്പോഴും അതിലുണ്ടായിരുന്നു. ആ മോതിരം കണ്ടതും നമ്മുടെ ഹീറോ ആകെ തകർന്നുപോയി. അവൻ അവിടെയിരുന്ന് അലറിക്കരയുകയാണ്. ഹീറോയിനാണ് അത് ചെയ്തതെന്ന് അവന് മനസ്സിലായി. ഉടനെ വല്ലാത്തൊരു അഗ്രഷനിൽ അവൻ അവളെ തിരഞ്ഞോടി വന്നു. നമ്മുടെ ഹീറോയിൻ വല്ലാത്തൊരു മനോവിഷമത്തിൽ അവിടെ നടന്നുവരികയായിരുന്നു. അവൻ അവളെ തടഞ്ഞു നിർത്തി ചോദിച്ചു, നീ എന്തിനാ ഇത് ചെയ്തത്? നീ തന്നെയല്ലേ ഇതിനെല്ലാം കാരണം? അവൾക്കൊന്നും മനസ്സിലായില്ല. നീ എന്താ ഈ പറയുന്നത്? എന്തിനെക്കുറിച്ചാ പറയുന്നത് എന്ന് അവൾ ചോദിച്ചു. ഉടനെ ഹീറോ ആ മോതിരം അവളെ കാണിച്ചു. അത് കണ്ടതും ഹീറോയിൻ വല്ലാതെ പാനിക്കായി പതറാൻ തുടങ്ങി. അത് അവൾ കാലു വഴുതി വീണതാണ്, ഞാൻ നിന്നോട് പറയണമെന്ന് വിചാരിച്ചതാണ് എന്ന് അവൾ പറഞ്ഞു. പക്ഷേ അവൻ വിട്ടില്ല. പിന്നെന്താ നീ പറയാഞ്ഞത്? നീ അവളെ കൊന്നതാണല്ലേ എന്ന് ദേഷ്യത്തിൽ ചോദിച്ചു. ഇല്ല, എന്നെ വിശ്വസിക്കൂ. നീ എന്നെ വിശ്വസിക്കില്ല എന്ന് കരുതിയതുകൊണ്ടാണ് ഞാൻ പറയാഞ്ഞത്. ശരിക്കും ഇതൊരു ആക്സിഡന്റ് ആയിരുന്നു എന്നവൾ പറഞ്ഞപ്പോൾ, ഓ, നിന്റെ ഹസ്ബൻഡിന് സംഭവിച്ചതുപോലെയോ എന്ന് അവൻ പരിഹസിച്ചു. അവൻ ഇനി എന്തു പറഞ്ഞാലും വിശ്വസിക്കില്ല എന്ന് മനസ്സിലാക്കിയ ഹീറോയിൻ കത്തിയെടുക്കാൻ നോക്കി. പക്ഷേ കത്തി ഹീറോയുടെ കൈയിലായിരുന്നു. അതോടെ അവൾ ജീവനും കൊണ്ടവിടുന്ന് ഓട്ടി. നിന്നെ ഞാൻ വിടില്ല, നിന്നുതരൂ എന്ന് പറഞ്ഞ അവളെ കൊല്ലാൻ വേണ്ടി അവനും പിന്നാലെ ഓട്ടി. അവൾ കാട്ടിനുള്ളിൽ പോയി ഒളിച്ചു. അവൻ പിന്നാലെ ചെന്ന്, നീ എവിടെയാ? മര്യാദയ്ക്ക് പുറത്തുവാ, നിന്നെ കൊല്ലാതെ ഞാൻ വിടില്ല എന്ന് പറഞ്ഞ് കത്തി വീശി നടന്നു. ആ സമയത്ത് അവൾ മരത്തിനു മുകളിൽ നിന്ന് അവന്റെ മേലേക്ക് ജമ്പ് ചെയ്തു. അവന്റെ കഴുത്തിനു പിടിച്ച് ഞെരിക്കാൻ തുടങ്ങി. അവർ തമ്മിൽ ഭയങ്കരമായ ഒരു ഫൈറ്റ് നടന്നു. അവൾ അവന്റെ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ നോക്കിയപ്പോൾ അവൻ അവളുടെ മുടിയിൽ പിടിച്ചു വലിച്ചു. ഇത് അവളെ കൂടുതൽ പ്രകോപിപ്പിച്ചു.
അവൻ അവളെ അറ്റാക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ അവൾ അവന്റെ തോളിൽ കടിച്ചു. ശരിക്കും ഒരു ക്രൂരമായ പോരാട്ടം തന്നെയായിരുന്നു അത്. അവൻ അവളുടെ കണ്ണ് കുത്തിപ്പൊട്ടിക്കാൻ നോക്കിയെങ്കിലും അവൾ രക്ഷപ്പെട്ടു. എന്നിട്ട് ഒരു കല്ലെടുത്ത് അവനെ അടിച്ചു മാറ്റി. അപ്പോഴാണ് ആ സീൻ കാണിക്കുന്നത്. ആ മോതിരം അവളുടെ വായിനുള്ളിലുണ്ടായിരുന്നു. അവൾ അതൊരു സൈക്കോയെപ്പോലെ വിഴുങ്ങി. അത് കണ്ടാൽ തന്നെ പേടിയാകും. കത്തിയും ഇപ്പോൾ അവളുടെ കയ്യിലാണ്. അവൾ അത് വെച്ച് അവന്റെ മേൽ 2 വരകളിട്ടു. പേടിച്ചുപോയ ഹീറോ അവിടെ നിന്ന് തലതെറിച്ചോടി. അവൻ ആ ക്രോസ് സിംബോളുള്ള സ്ഥലത്തേക്കാണ് ഓടുന്നത് എന്ന് കണ്ടപ്പോൾ അവൾ ശാന്തയായി. ഇനി നീ എല്ലാത്തിനും തയ്യാറായിരുന്നോ എന്ന മട്ടിൽ അവൾ അവനെ നോക്കി. അവൻ വന്ന് ഒരു മരത്തിനു പിന്നിൽ ഒളിഞ്ഞുനിന്ന് നോക്കി. അവൻ കണ്ട കാഴ്ച കണ്ട് അവൻ ഞെട്ടിപ്പോയി. ആ ദ്വീപിൽ ഒരു വലിയ ബംഗ്ലാവ് തന്നെ ഉണ്ടായിരുന്നു. അവൻ വേഗം അങ്ങോട്ട് ഓടിച്ചെന്നു. ആരെങ്കിലുമുണ്ടോ? എന്നെ രക്ഷിക്കൂ എന്ന് വിളിച്ചു പറഞ്ഞ് അവൻ വാതിൽ തുറന്ന് അകത്ത് കയറി. അവിടെ ധാരാളം വെള്ളവും പഴങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു. അവൻ അത് വല്ലാതെ കുടിച്ചു. ആ സമയത്ത് മൈക്കിലൂടെ ഒരു ശബ്ദം കേട്ടു. അത് ഹീറോയിന്റെ ശബ്ദമായിരുന്നു. എങ്ങനെയുണ്ട് വീട്? നല്ല രസമില്ലേ എന്ന് അവൾ ചോദിച്ചു. അവനൊന്നും മനസ്സിലായില്ല. അവൻ വേഗം ആ കത്തി തിരയാൻ തുടങ്ങി. അപ്പോൾ അവൾ പറഞ്ഞു, നീ എന്തു തിരഞ്ഞാലും അവിടെ കത്തിയുണ്ടാവില്ല. കാരണം ഞാനതെല്ലാം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. നിനക്ക് ഞാനൊരു സത്യം പറഞ്ഞുതരാം, അത് കേൾക്കൂ. അവൾ ഓരോന്നായി വെളിപ്പെടുത്താൻ തുടങ്ങി. ഞാൻ വിചാരിച്ചിരുന്നെങ്കിൽ നമുക്കെപ്പോഴേ ഈ ദ്വീപിൽ നിന്ന് രക്ഷപ്പെടാമായിരുന്നു. അത് കഴിഞ്ഞ് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. സിനിമയുടെ തുടക്കത്തിൽ അവൾ ഒരു ബോട്ട് കണ്ടിരുന്നു. അവൾ അത് രഹസ്യമായി ഫോളോ ചെയ്തു നോക്കി. ആ ബോട്ട് ഈ ബംഗ്ലാവിനടുത്തേക്കാണ് വന്നത്. അത് അവിടുത്തെ ജോലിക്കാരോ മറ്റോ ആയിരുന്നു. അവൾ ദൂരത്തുനിന്ന് അവർ ആ ബംഗ്ലാവിന്റെ പാസ്വേഡ് അടിക്കുന്നത് കണ്ടുപിടിച്ചു. അവർ പോയി കഴിഞ്ഞപ്പോൾ അവൾ അകത്തു കയറി. അവിടെ ഇഷ്ടംപോലെ ഭക്ഷണവും ആയുധങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു. അവൾ അവിടെയുള്ള കത്തികളൊക്കെ എടുത്തുമാറ്റി. അന്ന് ഞാൻ നിന്നോട് കത്തി കടൽത്തീരത്തുനിന്ന് കിട്ടിയതാണെന്ന് പറഞ്ഞില്ലേ? ആരെങ്കിലും അത് വിശ്വസിക്കുമോ? പക്ഷേ നീ അത് വിശ്വസിച്ചു. നമുക്ക് 2 പേർക്കും ഈ ദ്വീപിൽ കഴിയാനായിരുന്നു വിധി എന്നൊക്കെ അവൾ പറഞ്ഞു. നമ്മൾ 2 പേർ മാത്രം ഇവിടെ കഴിഞ്ഞാൽ മതി എന്ന് ഞാൻ കരുതി. പക്ഷെ പ്രതീക്ഷിക്കാതെ നിന്റെ കാമുകി അങ്ങോട്ട് വന്നു. ഞാൻ അവളെ വേണമെന്ന് വെച്ച് കൊന്നതല്ല എന്ന് പറഞ്ഞ് അന്ന് അവിടെ നടന്നത് അവൾ കാണിച്ചു. ആ പാറയുടെ മുകളിൽ വെച്ച് ആ പെണ്ണ് താഴേക്ക് വീഴാൻ പോയപ്പോൾ അവൾ രക്ഷിക്കൂ എന്ന് കെഞ്ചി. പക്ഷേ ഹീറോയിൻ ഒരു കല്ലെടുത്ത് അവളുടെ തലയ്ക്കടിച്ച് താഴേക്ക് തള്ളിയിട്ട് കൊന്നു. ഇതൊക്കെ ഒരു സൈക്കോയെപ്പോലെ അവൾ പറയുന്നത് കേട്ട് ഹീറോ ആകെ മരവിച്ചു നിന്നു. അവൻ പതുക്കെ അവളെ തിരഞ്ഞു നടന്നപ്പോൾ ഒരിടത്ത് അവളുടെ നിഴൽ കണ്ടു. അവളെ ആക്രമിക്കാൻ അവൻ തയ്യാറെടുത്തു. പക്ഷെ നോക്കുമ്പോൾ അവളുടെ കയ്യിലൊരു ഗണ്ണുണ്ടായിരുന്നു. അത് കണ്ടതും അവൻ ആകെ തകർന്നു. അവൻ മുട്ടുകുത്തിയിരുന്ന് എന്നെ വിട്ടേക്ക് എന്ന് കെഞ്ചി. സത്യമാണ്, ഞാനൊരു മോൺസ്റ്റർ തന്നെയാണ്. ഇതിനു മുൻപ് ഞാൻ മോശക്കാരിയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ മാറി. എന്നെ വിശ്വസിക്കൂ, എനിക്ക് നിന്നെ വലിയ ഇഷ്ടമാണ്. നമ്മൾ 2 പേരും ഇവിടെ ഒറ്റയ്ക്ക് കഴിഞ്ഞാൽ മതി. ഇത്രയും സൗകര്യങ്ങൾ ഇവിടെയുണ്ടല്ലോ, പിന്നെന്തിന് നമ്മൾ തിരിച്ചു പോകണം എന്ന് അവൾ ചോദിച്ചു. അവളിൽ നിന്ന് രക്ഷപ്പെടാൻ അവൻ അവളെ വിശ്വസിപ്പിക്കാൻ നോക്കി. ശരിയാണ്, നമുക്കിവിടെ തന്നെ സന്തോഷമായി ജീവിക്കാം. ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു എന്ന് അവൻ നുണ പറഞ്ഞു. അവൾ അത് വിശ്വസിച്ചുവെന്ന് കരുതി അവർ 2 പേരും ചിരിച്ചു. ആ സമയത്താണ് അവൾ ആ മാടിന്റെ പ്രതിമയിൽ ഒരു കൊമ്പ് കാണാനില്ല എന്ന് ശ്രദ്ധിക്കുന്നത്. ആ കൊമ്പ് ഹീറോ കയ്യിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അവൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് അവൻ അത് വെച്ച് അവളുടെ മേൽ ഒരു മുറിവുണ്ടാക്കി. തോക്ക് താഴെ വീണു. അവൻ വേഗം തോക്ക് കയ്യിലെടുത്തു. എങ്ങനെയുണ്ട് മോളെ എന്ന് ചോദിച്ച് അവൻ അവളെ എയിം ചെയ്തു. അവൾ ഒരു ഗോൾഫ് ബാറ്റ് എടുത്ത് നേരിടാൻ നിന്നു. അവൻ ഷൂട്ട് ചെയ്യാൻ നോക്കിയെങ്കിലും അതിൽ ബുള്ളറ്റില്ലായിരുന്നു. വീണ്ടും ഹീറോ പരാജയപ്പെട്ടു. അവൾ ബാറ്റ് വെച്ച് അവനെ ഒരൊറ്റ അടി വെച്ചുകൊടുത്തു. അവൻ നിലത്ത് വീണു. എന്നെ വിടൂ എന്ന് അവൻ കെഞ്ചിയെങ്കിലും അവൾ വീണ്ടും ആ ഗെറ്റപ്പിൽ വന്ന് ഒരു മാസ് ഡയലോഗ് പറഞ്ഞുകൊണ്ട് അവന്റെ തലയ്ക്കടിച്ചു. അടുത്ത സീൻ 1 വർഷത്തിനു ശേഷമാണ്. നമ്മുടെ ഹീറോയിൻ ഗോൾഫ് കളിക്കുന്നത് കാണാം. അവളിപ്പോൾ ഭയങ്കര ഫേമസ് ആണ്. ആ ദ്വീപിൽ നിന്ന് രക്ഷപ്പെട്ട ഏക വ്യക്തി അവളാണ്. മാധ്യമപ്രവർത്തകർ അവളുടെ അഭിമുഖം എടുക്കുന്നു. എങ്ങനെയാണ് അവിടെ സർവൈവ് ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ അത് വളരെ പ്രയാസമായിരുന്നു. എന്റെ കൂട്ടുകാരിയും ബോസിനെയുമൊക്കെ എനിക്ക് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അവിടുത്തെ അനുഭവങ്ങളെക്കുറിച്ച് ഞാനൊരു പുസ്തകം എഴുതാൻ പോവുകയാണ് എന്ന് അവൾ പറഞ്ഞു. അതുകഴിഞ്ഞ് അവൾ കാറെടുത്ത് അവിടുന്ന് പോകുന്നു. സിനിമ അവിടെ അവസാനിക്കുകയാണ്. അപ്പോ എങ്ങനെയുണ്ടായിരുന്നു? വല്ലാത്തൊരു ട്വിസ്റ്റല്ലേ? അവസാനം 2 പേരും ഒന്നിച്ച് ജീവിക്കുമെന്ന് നമ്മൾ കരുതി. പക്ഷേ ഡയറക്ടർ അത് വേറെ ലെവലിൽ തീർത്തു. ഹീറോയിന് ആ ദ്വീപിലെ ജീവിതം